Hello, dear students. Very good evening. Good evening, everyone. So, today being the last day of our PM marathon question practice, we will be discussing section C questions from section E. Okay, performance measurement is the section which we'll be discussing today. As you all know, a question from section E will definitely be asking in the exam. So, please be ready. Please be ready with your laptops. Let's start in 2 minutes. Some students are still yet to join. So let's wait few minutes and we'll start. Okay. So performance measurement എന്ന സെക്ഷൻ ഈ ടോപ്പിക്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുള്ളതൊന്ന് കമന്റ് ചെയ്യാമോ? ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതൊന്ന് കമന്റ് ചെയ്യാം. സെക്ഷൻ ഈ പെർഫോമൻസ് മെഷർമെന്റ് ടോപ്പിക്കിൽ ആ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, പറയൂ. സെക്ഷൻ ഇ പെർഫോമൻസ് മെഷർമെന്റ്. വെരി ഗുഡ് സ്മൃതി. Balance scorecard is a topic which is being frequently asked for exam. Balance scorecard is right. Non-financial measures, it is true, Rafna. Very good. Building block, another topic. ROI and RI, yes. Then transfer price, yes. Okay, so basically section E actually starts with topics ratios. Ratios is a profitability ratio, liquidity ratio, gearing ratios. ഇതൊക്കെ നമ്മൾ ACCA പല സബ്ജക്ട്സിലും പഠിച്ചതാണ്. ഓൾമോസ്റ്റ് ബീങ് ലേൺഡ് ഇൻ 11 പേപ്പേഴ്സ്. ACCയുടെ 13 പേപ്പേഴ്സിലെ 11 പേപ്പേഴ്സിൽ ടാക്സും ലോയും അല്ലാതെ ബാക്കി എല്ലാ സബ്ജക്റ്റിലും തന്നെ റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. ബിക്കോസ് അത്രയും എന്തായാലും നമ്മൾ ACCA പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് മസ്റ്റായിട്ടും ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നൊരു തോട്ടിന്റെ പുറത്താണ് റേഷ്യോസ് എല്ലാ സബ്ജക്ട്സിലും തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പക്ഷെ പെർസ്പെക്ടീവ്സ് ആർ ഡിഫറെന്റ്. ഓഡിറ്റിന്റെ പെർസ്പെക്ടീവിലല്ല റേഷ്യോസിനെ നമ്മൾ FM കാണുന്നത്, ആ ഒരു പെർസ്പെക്ടീവിലല്ല PM ഉള്ളത്. സോ റേഷ്യോസ് എന്നതൊരു ടോപ്പിക്കാണ്. ആ റേഷ്യോസിൽ തന്നെ നോൺ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. And then another topic is divisional performance measurement. A divisional performance measurement in commonly used in രണ്ട് measures ആണ് ROI, RI. Transfer pricing is a topic. Transfer pricing is another topic. Transfer pricing കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ബാലൻസ് സ്കോർ കാർഡ് ആൻഡ് ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ. സർവീസ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ പെർഫോമൻസ് മെഷർമെന്റിന് യൂസ് ചെയ്യുന്നതാണ് balance scorecard and building block model. And then value for money concept, which is a performance measurement that is commonly being used for not-for-profit organization. Not-for-profit organization ഉപയോഗിക്കുന്നതാണ് value for money. അല്ലെ, അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ. സോ ഇത്രയും ടോപ്പിക്കുകളാണ് ശരിക്കും സെക്ഷൻ ഇയിൽ പഠിക്കാനുള്ളത്. PM ടോട്ടൽ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് പഠിപ്പിച്ചു തീരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ക്വിക്ലി, നമ്മൾ ഇന്നലെ റെലവന്റ് കോസ്റ്റിംഗിന്റെ കേസിൽ പറഞ്ഞ പോലെ അവിടെ ഒരു ചാപ്റ്റർ ആയിരുന്നു പെട്ടെന്ന് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ ഈ ഒരു 7 ടോപ്പിക്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും പറയാനില്ല. റേഷ്യോസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ROI, RI, അതിന്റെ കൂടെ റേഷ്യോസ് പോലെ തന്നെ ചെറിയ 1-2 ഇക്വേഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ട്രാൻസ്ഫർ പ്രൈസിങ് നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ച റെലവന്റ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആണ് ട്രാൻസ്ഫർ പ്രൈസിങ് ചെയ്യുന്നത്. ബാലൻസ് സ്കോർ കാർഡ്, ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ, വാല്യൂ ഫോർ മണി ഒക്കെ 100% തിയറി മാത്രമാണ്. ഓക്കെ, സോ വളരെ ഡീപ്പായിട്ട് ഞാൻ കിടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ബാലൻസ് സ്കോർ കാർഡും ബിൽഡിംഗ് ബ്ലോക്ക് മോഡലും ഒക്കെ ക്വിക്ലി ഒന്ന് ഞാൻ പറഞ്ഞു വെക്കാം. ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് സെക്ഷൻ സിയിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ, വിച്ച് ഇസ് വൺ സ്റ്റോപ്പ് കാർ കമ്പനി, OSC കമ്പനി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡയമെൻഷൻസും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഡയമെൻഷൻ, സ്റ്റാൻഡേർഡ്സ്, റിവാർഡ്സ് എന്ന 3 ബ്ലോക്സിനെ പറ്റിയിട്ട് ഒന്ന് ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് OSC എന്ന വൺ സ്റ്റോപ്പ് കാർ കമ്പനി എന്ന ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ
you will get an idea. Okay. And then balance scorecard. ബാലൻസ് സ്കോർ കാർഡിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ട്രഡീഷണലി നമ്മൾ കമ്പനീസിനെ മെഷർ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് മാത്രമായിരുന്നു. ഇഫ് എ കമ്പനി വാസ് ഫൈനാൻഷ്യലി പെർഫോമിംഗ് ഗുഡ്, ഇഫ് എ കമ്പനി ഇസ് ജനറേറ്റിംഗ് ഗുഡ് പ്രോഫിറ്റ് ഫിഗേഴ്സ്, നമ്മൾ അസ്യൂം ചെയ്തിരുന്നു ഓക്കെ ദാറ്റ് കമ്പനി ഇസ് ഗുഡ്, ദാറ്റ് കമ്പനീസ് പെർഫോമൻസ് ഇസ് ആക്ച്വലി ഗുഡ് എന്ന രീതിയിൽ. ഓക്കെ, ബാലൻസ് സ്കോർ കാർഡ് പറയുന്നത് ഫൈനാൻഷ്യൽ പെർഫോമൻസ് മാത്രമല്ല, കസ്റ്റമർ പെർസ്പെക്ടീവിലും ഇന്റേണൽ പ്രോസസ് ആൻഡ് ബിസിനസ് പെർസ്പെക്ടീവിലും ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്ടീവ് എന്ന 3 അഡീഷണൽ പെർസ്പെക്ടീവ് കൂടെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. ഈ 3 പെർസ്പെക്ടീവ്സിലും കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ഓവറോൾ കമ്പനിയുടെ പെർഫോമൻസ് മെഷർമെന്റ് ഒരു സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, സോ ദ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ബാലൻസ് സ്കോർ കാർഡ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു തീരുന്ന ടോപ്പിക്കാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു 20 മാർക്ക് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാമോക്ക് കമ്പനി എന്ന ക്വസ്റ്റ്യൻ. ഹാമോക്ക്. ഓക്കെ, സോ മനസ്സിലാക്കുക, എക്സാമിന് ബാലൻസ് സ്കോർ കാർഡ് വളരെ ഫ്രീക്വൻലി ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഈസി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാലൻസ് സ്കോർ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പെർസ്പെക്ടീവിനെയും നിങ്ങൾ ഓരോ ഹെഡിങ്സ് ആയിട്ട് വേണം ഡിസ്കസ് ചെയ്യുവാൻ. ഫൈനാൻഷ്യൽ പെർസ്പെക്ടീവ്, അതേപോലെ കസ്റ്റമർ പെർസ്പെക്ടീവ്, ഇന്റേണൽ ബിസിനസ് പ്രോസസ് ആൻഡ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് എന്ന ഓരോ പെർസ്പെക്ടീവ്, ഓരോ ഹെഡിങ് ആയിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ, റിക്വയർമെന്റ് എന്താണോ അത് ഉണ്ടാവണം കേട്ടോ, അതായിരിക്കണം നമ്മുടെ ഫ്രെയിം. ബട്ട് സ്റ്റിൽ ഓക്കെ, ഓരോ പെർസ്പെക്ടീവിനും ഓരോ പെർസ്പെക്ടീവിനുള്ളിൽ നമുക്കൊരു CSF എഴുതാനുണ്ടാകും. CSF മീൻസ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ. ഓക്കെ, ഇപ്പോ കസ്റ്റമറിന്റെ കേസിൽ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് CSF ആയിട്ട് പറയാം. ഓക്കെ, കസ്റ്റമറിന്റെ കേസിൽ CSF ആയിട്ട് പറയാം. നോ കസ്റ്റമർ കംപ്ലൈൻസ്. ഓക്കെ, അതായത് കസ്റ്റമർ പെർസ്പെക്ടീവില് ഞാനൊരു ഒരു റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ചു, ഒരു റെസ്റ്റോറന്റ് ആണ്. ഓക്കെ, ഒരു റെസ്റ്റോറന്റ് കേസിൽ ഫൈനാൻഷ്യൽ സൈഡിൽ CSF ആയിട്ട് ഞാൻ പറയാണ് ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ. എന്റെ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്റെ പൊസിഷൻ, എന്റെ ഒരു മാർക്കറ്റിലുള്ള പൊസിഷൻ എന്നത് കൂട്ടുക, കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കൂടുതൽ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്റെ മാർക്കറ്റ് ഷെയർ കൂട്ടുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മളുടെ സക്സസിന് വേണ്ടിയിട്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു വെച്ചു. CSF ഈസ് ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ. എങ്ങനെയെങ്കിലും മാർക്കറ്റ് ഷെയർ കൂട്ടണം എന്നതാണ് എന്റെ ഒരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു KPI എപ്പോഴും മെൻഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, KPI മീൻസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. നമ്മൾ ഇവിടെ ചെയ്തു വെച്ച CSF അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുന്ന ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു. ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ കൂടിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന KPIs നോക്കാം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. ഇതൊരു KPI ആയിട്ട് നമുക്ക് പറയാം. നമ്മുടെ റെസ്റ്റോറന്റിന്റെ നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് ഈ വർഷം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, നമ്മുടെ വി വെർ ഏബിൾ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ദ പ്രോഫിറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഗുഡ് KPI. ഓക്കെ, ഇവിടെ KPI ആയിട്ട് നമ്മൾ എപ്പോഴും നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ റേഷ്യോസിൽ നമ്മൾ സംസാരിക്കുന്ന മിക്ക കാര്യങ്ങളും ഇവിടെ വീണ്ടും നമുക്ക് പറയാം. ചില സമയത്ത് ബിസിനസിന്റെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ചിലപ്പോൾ ലിക്വിഡിറ്റി ആയിരിക്കാം. മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി എന്നുള്ളതായിരിക്കാം ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ. ലിക്വിഡിറ്റി ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട KPI ഏതായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് വുഡ് ബി ദ KPI വിച്ച് ഇസ് ടു ബി യൂസ്ഡ് ഫോർ പെർഫോമൻസ് മെഷർമെന്റ്? വെരി ഗുഡ് സ്മൃതി, വെരി ഗുഡ്. കറന്റ് റേഷ്യോ എന്നുള്ളതാണ്. കറന്റ് റേഷ്യോ ആണ്. വെരി ഗുഡ്. കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അതൊക്കെ നമുക്ക് അവിടെ സംസാരിക്കാം. KPI ഇപ്പൊ എന്താണോ നമ്മൾ സംസാരിച്ചു വെച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ, അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു KPI ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്.
സ്റ്റുഡൻസ് എക്സാമിന് സ്ട്രഗിൾ ചെയ്യുന്നത് ബാലൻസ് സ്കോർ കാർഡിന് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിലൊരു 4 മാർക്സ് വളരെ ഈസിലി അച്ചീവ് ചെയ്യും. ബിക്കോസ് എവറി സ്റ്റുഡന്റ് നോ ഹൗ ടു റൈറ്റ് വാട്ട് ഇസ് ഫൈനാൻഷ്യൽ, വാട്ട് ഇസ് കസ്റ്റമർ, ഓർ വാട്ട് ഇസ് internal process and learning and growth. Students are able to discuss these points. എന്തായാലും ഈ 4 പോയിന്റ്സ് മിനിമം ലെവലിൽ എഴുതി വെക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും. കാരണം അത് ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക എന്നുള്ളത് ഈസിയാണ്. പക്ഷെ അതിനെ ക്വസ്റ്റ്യൻ സിനാരിയോയിലേക്ക് മാച്ച് ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് CSF ആൻഡ് കറസ്പോണ്ടിങ് KPI എഴുതുക എന്നുള്ളതാണ് സ്റ്റുഡൻസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി. സോ വാട്ട് ഐ റെക്കമെൻഡ് ടു യു ഗൈസ് ഇസ് ടു ഗോ ത്രൂ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഹാമോക്കിന്റെ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, CSF KPI ഐഡന്റിഫൈ ചെയ്യാൻ. എന്നിട്ട് ഏത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ബാലൻസ് സ്കോർ കാർഡിനെ പറ്റി വന്നു കഴിഞ്ഞാലും ട്രൈ ടു റൈറ്റ് ദിസ് CSF ആൻഡ് KPI along with this. ഇപ്പൊ കസ്റ്റമറിന്റെ കേസിൽ CSF പറഞ്ഞു നോ കസ്റ്റമർ കംപ്ലൈൻസ് അല്ലെങ്കിൽ ലെസ് നമ്പർ ഓഫ് കസ്റ്റമർ കംപ്ലൈൻസ്. കറസ്പോണ്ടിങ് KPI നമുക്ക് പറയാം നമ്പർ ഓഫ് കംപ്ലൈൻസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്രത്തോളം നമുക്ക് ഈ വർഷം കംപ്ലൈൻസ് വന്നു. കഴിഞ്ഞ വർഷം 56 കംപ്ലൈൻസ് കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം 24 ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാം, ഓക്കെ, കസ്റ്റമർ കംപ്ലൈൻസ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ്, വിച്ച് മീൻസ് അവർ കസ്റ്റമർ പെർസ്പെക്ടീവ് ഇസ് ആക്ച്വലി ഗുഡ്. കസ്റ്റമേഴ്സ് ആർ ലുക്കിംഗ് അറ്റ് ദ ബിസിനസ് ഇൻ ഗുഡ് ടേംസ്, അല്ലെ? സാറ്റിസ്ഫാക്ടറി ആണ്. അവരിപ്പോ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഈവൻ ഇവിടെ CSF ആയിട്ട് നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ നമുക്ക് കംപ്ലൈൻസ് എന്നത് ഒരു KPI ആയിട്ട് എടുക്കാം. കംപ്ലൈൻസ് കുറവാണെങ്കിൽ യെസ്, കസ്റ്റമേഴ്സ് ആർ ഹാപ്പി, കസ്റ്റമേഴ്സ് ആർ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഓർ എൽസ് വി കുഡ് സേ നമ്പർ ഓഫ് ഗുഡ് ഫീഡ്ബാക്സ്, നമ്പർ ഓഫ് ഗുഡ് റിവ്യൂസ്, അല്ലെ? നമ്പർ ഓഫ് 5 സ്റ്റാർസ്, ഗൂഗിളിലുള്ള 5 സ്റ്റാർസ് ഒക്കെ ഇല്ലേ, നമ്പർ ഓഫ് സ്റ്റാർ റേറ്റിംഗ്സ് എന്നുള്ള കാര്യം എഴുതാം. ഓക്കെ, ഇവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരു സിംഗിൾ പോയിന്റ് മതിയോ? ഡെഫിനറ്റ്ലി യു ഹാവ് ടു എക്സ്പ്ലെയിൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഫ്രെയിംസ് മാത്രമാണ് ഞാനിപ്പോ ചെയ്തത്. ഇപ്പൊ ഫൈനാൻഷ്യൽ എന്ന ഹെഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങൾ ഒരു 1 or 2 സെന്റൻസിൽ ഫൈനാൻഷ്യൽ പെർസ്പെക്ടീവ് എന്താണെന്ന് എഴുതണം. അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് CSF എഴുതണം. അതിന് സബ് ഹെഡിങ് ആയിട്ട് KPI എഴുതണം. KPIയിൽ പിന്നെ ആ ഒരു എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് എങ്ങനെയാണ് CSF അച്ചീവ് ചെയ്യുന്നത് എന്നും കൂടെ എഴുതിയാൽ ഇറ്റ് ഇസ് ഈസി. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ കസ്റ്റമർ പെർസ്പെക്ടീവ് എന്താണെന്ന് നമ്മൾ എഴുതി. ഓക്കെ, CSF is customer satisfaction. The critical success factor is customer satisfaction. Being a restaurant, it is essential that our customers have to be satisfied. And പിന്നെ അടുത്ത KPI എന്ന് എഴുതി വെച്ചിട്ട് എഴുതാം, number of complaints compared to last year seems to be a good KPI to measure customer satisfaction. If the number of complaints is less compared to last year, we could say customers are satisfied or the customer satisfaction is increasing. ഓക്കെ, ഈ രീതിയിൽ പാരഗ്രാഫ്സ് ആക്കി എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കുക, ബാലൻസ് സ്കോർ കാർഡിനെ പറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സമയത്തും മേ ബി നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരുന്നത് ബേസിക്കലി ആ ഒരു 4 പെർസ്പെക്ടീവ്സിനെ പറ്റിയിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റഡി നോട്ട്സിലൊക്കെ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ എക്സാമിലേക്ക് വരുന്ന സമയത്ത് മാർക്സ് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടോക്ക് അബൌട്ട് CSF ആൻഡ് KPI. പ്ലീസ് ഡു റിമൈൻഡ് ദിസ് തിങ് കേട്ടോ. ഇൻ ദ എക്സാം നിങ്ങൾ ഈ ഒരു CSF ഉം KPI കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാലൻസ് സ്കോർ കാർഡിന് കിട്ടുന്ന മാർക്സ് വളരെ ഹയർ ആയിരിക്കും. ഓക്കെ, ബാലൻസ് സ്കോർ കാർഡിനെ ബേസ് ചെയ്ത് വീണ്ടും എക്സാമിന് ഒരു വർഷത്തിൽ ഒരു തവണ എന്തായാലും ചോദിച്ചിരിക്കും. ഒരു 4 സെഷനിൽ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻ മിക്കവാറും ബാലൻസ് സ്കോർ കാർഡ് തന്നെ ആയിരിക്കും. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് വാല്യൂ ഫോർ മണിയാണ്. വാല്യൂ ഫോർ മണിയെ പറ്റിയിട്ട് നമ്മുടെ റിവിഷൻ കിറ്റ്, കപ്ലാൻ റിവിഷൻ കിറ്റിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വാല്യൂ ഫോർ മണി എന്താണെന്നുള്ളത്. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞുതരാം. ഇക്കണോമി, എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഇപ്പൊ റീസെന്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇഫക്റ്റീവ്നെസ്. ഓക്കെ,
വാല്യൂ ഫോർ മണി എന്നുള്ളത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഒബ്ജക്റ്റീവ് എന്നത് ബാക്കിയുള്ള ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ പോലെ മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്നുള്ളതല്ല, അല്ലെ? അവർ നിലനിൽക്കുന്നത് തന്നെ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഒരു കോമൺ ഒബ്ജക്റ്റീവ്, ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഓക്കെ, ഒബ്വിയസ്ലി അവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളതല്ല ഇവരുടെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ നോർമലി മെഷർ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളത് ഒരു കോമൺ CSF ആയി മാറുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു CSF കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ഇവിടെ പെർഫോമൻസ് മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വാല്യൂ ഫോർ മണി. ഇക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് എന്നീ 3 ടേംസിലായിരിക്കണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ച് അവരൊരിക്കലും നിലകൊള്ളുന്നത് ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും, ഗവൺമെന്റ് അടക്കം. ആ ഇൻവെസ്റ്റ് ചെയ്ത കാശ് ഇരട്ടിയാക്കി കൊടുക്കുക എന്ന ഒരു തോട്ടിന്റെ പുറത്തല്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടല്ല ഓരോ ഗവൺമെന്റ് സ്കൂളുകളും നമ്മുടെ നാട്ടിലുള്ളത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഈച്ച് ഓഫ് ദ സ്കൂൾ ഇസ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അറ്റ് എ വെരി ലോവർ കോസ്റ്റ് ടു പീപ്പിൾ എന്നുള്ളതാണ്. അവിടെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. ഇക്കണോമി മീൻസ് ടു ഒബ്റ്റെയിൻ റിസോഴ്സസ് അറ്റ് എ വെരി ലോവർ കോസ്റ്റ്. ക്വാളിറ്റി റിസോഴ്സസ് ഒക്കെ വളരെ കുറഞ്ഞ കോസ്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇക്കണോമിയിൽ പറയുന്നത്. ലോ കോസ്റ്റ് ഇൻപുട്സിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ കൊണ്ടുവരിക. ഇൻ ദ പെർസ്പെക്ടീവ് ഓഫ് എ ഗവൺമെന്റ് സ്കൂൾ നമുക്ക് പറയാം ടീച്ചേഴ്സ് ഒരു റിസോഴ്സസ് ആണല്ലേ, ടീച്ചേഴ്സ് റിസോഴ്സസ്. നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ, ഗവൺമെന്റ് സ്കൂളിലൊക്കെ ബഡ്ജറ്റ്സ് ആണുള്ളത് അല്ലെ, ഇത്രയും ബഡ്ജറ്റ് വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും എന്ന രീതിയിലാണ്. അപ്പൊ അവരുടെ സാലറിയും വേജ് ബഡ്ജറ്റ്സിന്റെ ഒക്കെ ആ ടേംസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ടീച്ചേഴ്സിനെ, ക്വാളിറ്റി ടീച്ചേഴ്സിനെ ഹയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇക്കണോമിയിൽ നമ്മൾ സംസാരിക്കുക. കമ്മിങ് ടു എഫിഷ്യൻസി മീൻസ് ഓക്കെ, നമ്മൾ റിസോഴ്സസ് എല്ലാം അക്വയർ ചെയ്തു, റിസോഴ്സസ് എല്ലാം നമ്മുടെ സ്കൂളിലേക്ക് വന്നു, ടീച്ചേഴ്സ് വന്നു സ്കൂളിലേക്ക്. ഇനി ടു മാക്സിമം ഇവരെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. Now we have resources. Efficiency means maximum utilization of these resources, which means in a government school perspective, നമ്മളിപ്പോ കൊണ്ടുവന്ന ടീച്ചേഴ്സിനെ ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഹൗ ക്യാൻ ഗവൺമെന്റ് സ്കൂൾ യൂട്ടിലൈസ് ദീസ് ടീച്ചേഴ്സ്? ഓരോ ദിവസവും ടീച്ചേഴ്സിന്റെ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് അവരെ മാക്സിമം ക്ലാസ് അവേഴ്സ് കൊടുക്കുന്ന രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ഒരു ഇംഗ്ലീഷ് ടീച്ചറെ കൊണ്ടുവന്നു, ഫസ്റ്റ് അവർ ഇംഗ്ലീഷ് ടീച്ചർ 10th സ്റ്റാൻഡേർഡിനെ പഠിപ്പിക്കുന്നു, സെക്കൻഡ് അവർ സ്കെഡ്യൂൾ 9th, ദെൻ 8th, ദെൻ 7, 6, അങ്ങനെ മാക്സിമം എത്രയൊക്കെ ക്ലാസ്സുകളിലേക്ക് കുപ്പൈ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും ക്ലാസ്സുകളിലേക്ക് ഒരു സിംഗിൾ ടീച്ചറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മതി, മാക്സിമം നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം സ്കെഡ്യൂളും കാര്യങ്ങളും കൊടുക്കുക, അവരുടെ അവേഴ്സ് ഇതുപോലെ യൂസ് ചെയ്യുക, ഫ്രീ അവേഴ്സ് ഒക്കെ കുറച്ചിട്ട്. ഓക്കെ, ദാറ്റ് ഇസ് എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി ഒരുപാട് ഇംപ്രൊവൈസ് ചെയ്യാൻ നോക്കി എന്ന് വിചാരിച്ചേ. നമ്മൾ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്ന ആക്ച്വലി നല്ലതാണ്, പക്ഷെ ഇങ്ങനെ മാനുവൽ ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻസ് ഒക്കെ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഒരുപാട് എഫിഷ്യൻസി എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ക്ലാസ്സസും അവേഴ്സും ഇങ്ങനെ കൊടുത്ത് ടൈറ്റ് ആവുകയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി ചിലപ്പോൾ കുറയുകയാണ് ചെയ്യുക. അവരുടെ എഫിഷ്യൻസി മീൻസ് എഫിഷ്യൻസി ടേം 120% എഫിഷ്യന്റ് ആണെന്ന് പറയും. കാരണം എന്താ, ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന കംപ്ലീറ്റ് അവേഴ്സ് യൂസ് ചെയ്ത് അവരെ ബാക്കി ക്ലാസ്സുകളിലും ചെറിയ ചെറിയ ക്ലാസ് മുതൽ ഏറ്റവും ടോപ്പ് 10th സ്റ്റാൻഡേർഡ്, 9th സ്റ്റാൻഡേർഡ്, +1, +2 ഇവിടെയൊക്കെ ഈ ഒരു ടീച്ചറെ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കിടന്നിട്ട് ഒരു ട്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഇഫക്റ്റീവ്നെസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. എടുത്ത സെഷൻസ് ഒന്നും ചിലപ്പോൾ അത്ര ഇഫക്റ്റീവ് ആകണമെന്നില്ല. ഓക്കെ, ഇപ്പം എഫിഷ്യൻസി കൂട്ടുന്നത് നല്ലതാണ്, പക്ഷെ ഒരുപാട് ആവുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. തേർഡ് വൺ ഇസ് ഇഫക്റ്റീവ്നെസ്. ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു, ഇക്കണോമി, ടീച്ചേഴ്സ് വന്ന് ലോ കോസ്റ്റിൽ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്, ഇങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവർ കൊടുത്ത ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഒബ്ജക്റ്റീവായ നല്ല പാസ് റേറ്റ് അച്ചീവ് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി കുഡ് സേ യെസ് ഇറ്റ് ഇസ് ഇഫക്റ്റീവ് എന്ന് പറയാം. ഈ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് കുട്ടികൾക്ക് നല്ല മാർക്കോടെ പാസ് ആവുകയാണെങ്കിൽ യെസ് ഇഫക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ പറയാം.
നമ്മുടെ എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു NFP, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്, ആ ഒരു ഒബ്ജക്റ്റീവ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ സമയത്ത് ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വാല്യൂ ഫോർ മണി നോക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് വാല്യൂ ഫോർ മണി. അപ്പൊ വാല്യൂ ഫോർ മണിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഹെഡിങ്സിൽ എഴുതുക. ഓക്കെ, നിങ്ങൾ നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസിന്റെ ഒരു ഫസ്റ്റ് ഒരു ലൈൻ എഴുതുവാനുള്ള തിയറി നിങ്ങൾ എന്തായാലും പഠിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, റേഷ്യോസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നോൺ ഫൈനാൻഷ്യൽ മെഷേഴ്സും എന്താണോ നിങ്ങൾക്ക് ആ ഒരു സിനാരിയോയിൽ നിന്ന് ക്വാളിറ്റിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കസ്റ്റമർ കംപ്ലൈൻസും ഇപ്പൊ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് നോൺ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ പിന്നെയുള്ള 2 ടോപ്പിക്, ഒന്ന് ROI പിന്നെ ഒന്ന് ട്രാൻസ്ഫർ പ്രൈസിംഗും ആണ്. ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന ടോപ്പിക് ആക്ച്വലി റെലവന്റ് കോസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, വിച്ച് വി ഹാവ് ഡിസ്കസ് യെസ്റ്റർഡേ. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ബിറ്റ് ഡിഫറൻസ്. സ്റ്റുഡൻസ് യൂഷ്വലി ടഫർ ആയിട്ടുള്ള ഒരു ടോപ്പിക് പറയുന്ന ഒന്നാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ്. അപ്പൊ ട്രാൻസ്ഫർ പ്രൈസിംഗ് നന്നായിട്ടൊന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട് പോർട്ടബിൾ ഗരേഷ് എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓൾസോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ, റൊട്ടെക് എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് അത്യാവശ്യം ഒക്കെ ആവും. ഓക്കെ, റേഷ്യോസിനെ NFPയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്ലാഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ROI ബേസ് ചെയ്തുകൊണ്ട് സ്പോർട്സ് കമ്പനി ആൻഡ് ലെൻസ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1 or 2 years കൂടുന്ന സമയത്ത് ഇങ്ങനെ ROI റീസെന്റ് ടെസ്റ്റഡ് ആണ്. ഓക്കെ, വിച്ച് മീൻസ് ഇപ്പൊ ഒരു കഴിഞ്ഞൊരു കുറച്ച് സെഷനുകളായിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഇസ്, നമുക്ക് ഒരിക്കലും പ്രഡിക്ഷനും കാര്യങ്ങളും കാര്യമില്ല, പക്ഷെ സ്റ്റിൽ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ROI അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന ടോപ്പിക് വളരെ എന്താ പറയാ ചോദിച്ചിട്ട് കുറച്ചായതുകൊണ്ട് വി ക്യാൻ എക്സ്പെക്ട് ദിസ് ROI ആൻഡ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണ്, ടോപ്പിക്കിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ, സി എന്നൊന്ന് കമന്റ് ചെയ്തേ. പ്ലീസ് ഡു കമന്റ് സി. യെസ്, താങ്ക് യു. ഓക്കെ, ഒരു ഡൗട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ROI വേർഡിലാണോ ചെയ്യുന്നത്? സി, വേർഡിലാണോ ചെയ്യുന്നത് അതോ എക്സൽ ഷീറ്റിലാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും വേർഡിലാണോ എക്സൽ ഷീറ്റിലാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, കാൽക്കുലേഷൻ പാർട്ട് മിക്കവാറും എക്സൽ ഷീറ്റിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതിൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും വേർഡിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അത് വേർഡിൽ ചെയ്യുക. കാൽക്കുലേഷൻ പാർട്ട് എക്സൽ ഷീറ്റിൽ ചെയ്യുക. അത് നമുക്ക് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, വാട്ട് കുഡ് ബി ദ other 20 marks question in your opinion? See, നമുക്ക് ആക്ച്വലി അതങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് ഇപ്പൊ ഞാൻ പറഞ്ഞു ROI ട്രാൻസ്ഫർ പ്രൈസിങ് എന്തായാലും പെർഫോമൻസ് മെഷർമെന്റിൽ നിന്ന് ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ROI അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് ചിലപ്പം മോർണിംഗ് എഴുതുന്നവർക്ക് ചിലപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടാകാം. ആഫ്റ്റർനൂൺ സെഷനിൽ ചിലപ്പോൾ വേറെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മൈ റെക്കമെൻഡേഷൻ ഇസ് പ്ലീസ് ഡോണ്ട് സ്കിപ്പ് എനി ഓഫ് യുവർ ടോപ്പിക്സ്. ഓക്കെ, നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു വെയിറ്റേജ് കൂടി ROI ഞാൻ കൂടുതൽ പഠിക്കാം, അതേപോലെ ബാക്കി ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാം എന്ന രീതിയിൽ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. എല്ലാ ടോപ്പിക്സും നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് അതർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ റാൻഡംലി പ്രഡിക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ വേരിയൻസസ്. ബിക്കോസ് വേരിയൻസസ് സെക്ഷൻ സിയിൽ ചോദിച്ചിട്ട് ആക്ച്വലി കുറച്ച് കാലമായി. കാരണം എപ്പോഴും അത് ചോദിക്കാറുള്ളത് സെക്ഷൻ ബിയിൽ OTQ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വേരിയൻസ് ഇപ്പൊ ചോദിക്കാറ്. വേരിയൻസ് ടോട്ടലി ഒരു സെക്ഷൻ സിയിൽ നിന്ന് പോയൊരു മട്ടാണ് കാണുന്നത്. ഓക്കെ സർ, സെക്കൻഡ് പാർട്ട് സെക്ഷൻ എയിൽ വരുമോ? ഏതാണ് ട്രീസ ചോദിച്ചത് സർ? പാർട്ടീസ് ഓക്കെ, 2 പാർട്ടി ക്വസ്റ്റ്യൻസ് വരില്ല. 2 പാർട്ടി ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഇതുവരെ ACCയുടെ എക്സാം പാറ്റേണിൽ ഒരു സെക്ഷൻ ഇയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സെക്ഷൻ ഡി, ഈതർ ഫ്രം വേരിയൻസ് ടോപ്പിക് ഓർ ഫ്രം ലാസ്റ്റ് ടൈം ചോദിച്ചത് ടൈം സീരീസിനെ ബേസ് ചെയ്തിട്ടാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ലാസ്റ്റ് ടൈം ചോദിച്ചത്. അങ്ങനെ ആ ഒരു ടൈം സീരീസ് എന്ന ടോപ്പിക് പോലും
ഇതുവരെ എക്സാമിന് ടെസ്റ്റഡ് ആയിരുന്നില്ല. ഓക്കെ, അപ്പം ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. ബജറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ചില സമയത്ത് CVP നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് ജനറലി വെരി ഡിഫിക്കൾട്ട്. സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നോളജ് ഒന്നും കൂടെ പോളിഷ് ചെയ്യണം എന്ന രീതിയിൽ പറയും. കാരണം സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതാ കാൽക്കുലേഷൻ പാർട്ട് ആണോ പറയുന്നത്? ലൈക്ക് കുറച്ചൊരു ക്വിസസ്, യെസ്, ഓക്കെ. ക്വിസസ് ഒക്കെ കുറച്ചൊരു ഡിഫറെന്റ് ടേംസിലാണ്. നമ്മൾ കപ്ലാനോ അല്ലെങ്കിൽ BPP-യിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ കുറച്ചൊരു ഡിഫറെന്റ് ആണ്. പക്ഷെ ആക്ച്വലി ഇറ്റ് ഇസ് കമ്പയർഡ് ടു ദിസ്, ആക്ച്വലി ഇറ്റ് ഇസ് ഈസി. ഓക്കെ, എന്തായാലും നിങ്ങൾ ചെയ്യണം. സ്റ്റഡി ഹബ് യെസ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഏറ്റവും, കാരണം എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട്, നിങ്ങളോട് ഞാൻ പേഴ്സണലി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ തിയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് റാദർ ദാൻ ലുക്കിംഗ് അറ്റ് ദ ട്യൂട്ടേഴ്സ്, ലെക്ചറേഴ്സ് നോട്ട്, I would personally say to look into Study Hub. The reason is, സ്റ്റഡി ഹബ് എന്ന് പറയുന്നത് റിലീസ് ചെയ്തത് ACC ആണ്. ACC റിലീസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്നതിന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ആദ്യത്തെ 2 ലൈൻ എഴുതാനുള്ള തിയറി വേണമെന്ന് പറഞ്ഞു. ആ തിയറി ഒക്കെ നിങ്ങൾ സ്റ്റഡി ഹബിലെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് പഠിക്കൂ. ആ തിയറി ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സ്റ്റഡി ഹബിൽ. അപ്പൊ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ACC റിലീസ് ചെയ്ത്, ACC തന്നെ പബ്ലിഷ് ചെയ്തത് തിയറി ആണല്ലോ നമ്മൾ എക്സാമിന് എഴുതിയത്. സോ ഇൻക്രീസ് ചാൻസസ് ടു പ്രസന്റ് എ ഗുഡ് ഡെഫിനിഷൻ. അതിന് മാർക്സ് കിട്ടാനും സാധ്യതയുണ്ട് കമ്പയർഡ് ടു കപ്ലാൻ BPP. കപ്ലാൻ BPP എന്നൊക്കെ പറയുന്നത് ഒരു പബ്ലിഷർ ആണ്. ഓക്കെ, അവർക്ക് അവരുടേതായ ഒരു ട്യൂട്ടർ ടീമും റിസർച്ച് ടീമും ഒക്കെ ഉണ്ട്. അവർ അവരുടേതായ രീതിയിൽ ഒരു ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തു. അത് ACC അപ്രൂവ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. മറ്റത് ACC ഡയറക്ട്ലി ACC പറയുന്ന ഡെഫിനിഷൻസ് ആണ്. സോ മൈ റെക്കമെൻഡേഷൻ ഇസ്, നിങ്ങൾക്ക് ആക്ച്വലി ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തന്ന 10-40 ക്വസ്റ്റ്യൻസും പിന്നെ സ്റ്റഡി ഹബ് മതി. അത് മാത്രം നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ആ രീതിയിൽ പഠിച്ചാൽ മതി. നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ഇനിയും 2 വീക്സ് ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ്, ഇനിയും 2 വീക്സ് ഉണ്ട്. കറക്റ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്സോടെ തന്നെ പാസ് ആവാം. ഓക്കെ, സോ നമ്മൾ ഇനി സമയം കളയുന്നില്ല. വി ഹാവ് ഓൾമോസ്റ്റ് സ്പെൻഡ് 30 മിനിറ്റ്സ് ഡിസ്കസിങ് ഓൾ സെക്ഷൻ ഈ ടോപ്പിക്സ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് തരാം. ഐ വിൽ ബി ഷെയറിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു 40 ക്വസ്റ്റ്യൻസോളം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഞാൻ നമ്മുടെ മാരത്തൺ ഗ്രൂപ്പിൽ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്പോർട്സ് കമ്പനി. ക്വസ്റ്റ്യൻ നമ്പർ 329. സ്പോർട്സ് കമ്പനി ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. എക്സൽ ഷീറ്റ് ആസ് വെൽ ആസ് റിവിഷൻ കിറ്റ്. സ്പോർട്സ് കമ്പനി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്യണേ, നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യും. സ്പോർട്സ് കമ്പനി എന്ന ക്വസ്റ്റ്യൻ ആണ്. 2016 ചോദിച്ചതാണ്. സോറി, 2017 ആണ് തോന്നുന്നു. യെസ്, 2017. 2016 ലെൻസ് കമ്പനി ചോദിച്ചത്. ഓക്കെ, നേരത്തെ ഇവിടെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ ലാസ്റ്റ് ടൈം ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഇത് ചോദിക്കും. അപ്പം ആക്ച്വലി നമുക്കിപ്പോ ഒരുപാട് നമ്മൾ ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്തിട്ട് പോരുത്. ഓക്കെ, പണ്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയായിരുന്നു. ഓക്കെ, ഈ 2 ടോപ്പിക്സ് പറയും. ഇപ്പൊ മോർണിംഗ് നിങ്ങൾക്ക് ഭാഗ്യം പോലെ ഇരിക്കും. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്ന ടോപ്പിക് ഇതായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ PM സെഷനിൽ തന്നെ ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ ചോദിച്ച ആളുകളോട് ടൈം സീരീസ് ചോദിച്ചില്ല. ചിലർക്ക് ടൈം സീരീസ് ചോദിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടൈം സീരീസ് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ ഒന്ന് കാര്യമായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്താലേ അത് എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് കാണാൻ കഴിയുള്ളൂ. ബാക്കി ഇതുവരെ നമ്മൾ ടൈം സീരീസ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ളത് ശരിക്കും സ്റ്റഡി ഹബിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ MCQ MTQs ആയിട്ട് മാത്രമേ ടൈം സീരീസിനെ കണ്ടിട്ടുള്ളൂ. അതിനെ ഒരു 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 20 മാർക്കിലേക്ക് വന്ന സമയത്ത് അത് ചലഞ്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്തതിനു ശേഷം നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടാവത്തുള്ളൂ. എപ്പോഴും അത് അങ്ങനെയാണ്. ഓക്കെ, സോ നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും പാനിക് ആവരുത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബെൽട്ടൺ ബാർ റിസോർട്ട് ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ഒരു ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ കിട്ടിയ സമയത്ത് എന്തോ വലിയ ക്വസ്റ്റ്യൻ സാർ, ആകെ ബുദ്ധിമുട്ടായിരുന്നു എക്സാം എന്ന രീതിയിൽ ആണ് സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞ പാടെ തരുന്ന ഫീഡ്ബാക്ക്. ബട്ട് മനസ്സിലാക്കുക, എല്ലാവർക്കും പഠിച്ച എല്ലാവർക്കും 25 മിനിറ്റ്, 36 മിനിറ്റ് പോട്ടെ, 25 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ 10 മാർക്ക് ഏൺ ചെയ്യുവാനുള്ള കോണ്ടന്റ് അതിലുണ്ടായിരുന്നു.
അപ്പൊ പിന്നെ അതെങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നത്? അപ്പൊ അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു റൂൾ നിങ്ങളുടെ ബ്രെയിനിനോട് പറഞ്ഞ് മനസ്സിലാക്കി വെക്കൂ. നിങ്ങളുടെ മനസ്സിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചോ. PMല് എത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന നിങ്ങൾക്ക് എന്തായാലും 12-13 മാർക്സ് എങ്ങനെയാണെങ്കിലും അച്ചീവ് ചെയ്യാൻ കഴിയും. എത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെങ്കിൽ ശരിയാണ്. ദർ മൈറ്റ് ബി സം ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ എം നോട്ട് ഏബിൾ ടു ഈവൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഐ ക്യാൻ സ്കിപ്പ് ദാറ്റ്, ഓർ ഐ ക്യാൻ ഗീവ് സം കൈൻഡ് ഓഫ് അസ്യൂംഡ് ഇൻപുട്ട് ടു ദാറ്റ് ആൻഡ് മൂവ് ഓൺ. ഡു ദാറ്റ്, മൂവ് ഓൺ, കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് അവിടെയാണ് ഇമ്പോർട്ടൻസ്. ദാറ്റ് ഇസ് വാട്ട് മേക്സ് എസ് പാസ് കേട്ടോ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് സ്പോർട്സ് കമ്പനി എന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് റിക്വയർമെന്റ്, കാൽക്കുലേറ്റ് ROI ഫോർ ഈച്ച് ഓഫ് ദ 2 ഡിവിഷൻസ് ഓഫ് സ്പോർട്സ് കമ്പനി. ROI കാൽക്കുലേഷൻ ആണ് ഡയറക്റ്റ് 6 മാർക്ക് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ROI ഫോർ ഈച്ച് ഓഫ് ദ 2 ഡിവിഷൻസ് ഓഫ് സ്പോർട്സ് കമ്പനി. ഓക്കെ, സോ സ്പോർട്സ് കമ്പനിക്ക് 2 ഡിവിഷൻ ഉണ്ട്. ആ 2 ഡിവിഷന്റെയും ROI കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇവിടെ ഇത് നോക്കൂ. ഇവിടെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ തന്നിട്ടുണ്ട്. ഇതിൽ ഈ സ്ക്രീനിൽ കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സൽ ഷീറ്റിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ല മറിച്ച് ഇതിങ്ങനെ പ്ലെയിൻ ബ്ലാങ്ക് സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ഇത് വേർഡ് ഫയലാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇവിടെ നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഇത് മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി ഇവിടെ ബ്ലാങ്ക് സ്ക്രീൻ ഏതൊരു മിസ്റ്റേക്ക് ആണ്. ഇതിന്റെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഓൾറെഡി എക്സൽ ഷീറ്റിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നത്. പക്ഷെ കപ്ലാൻ പ്രിന്റ് ചെയ്തപ്പോഴേക്കും ഇങ്ങനെ വന്നതാണ്. സോ 6 മാർക്കാണ്, ROI കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. സ്പോർട്സ് കമ്പനി is a large manufacturing company specializing in the manufacture of wide range of clothing and equipment. സ്പോർട്സിന്റെ ജേഴ്സീസ് കാര്യങ്ങളൊക്കെ അല്ലെ, അത് മാനുഫാക്ചർ ചെയ്യുന്നു. അതേപോലെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നു. ഇത് രണ്ടും ആണ് ഇവരുടെ മെയിൻ സെഗ്മെന്റ്, ഇവരുടെ സർവീസ് സെഗ്മെന്റ് അതാണ്. കമ്പനി ഹാസ് 2 ഡിവിഷൻ, ക്ലോത്തിങ് ഡിവിഷൻ, ഡിവിഷൻ C ഉണ്ട്, ഡിവിഷൻ E ഉണ്ട്. Each division operate with little intervention from head office, and divisional managers have autonomy to make decisions about long-term investments. എന്താ അതിന്റെ മീനിങ്? എന്താ അതിന്റെ മീനിങ്? എന്താ ഇതൊരു കോസ്റ്റ് സെന്റർ ആണോ, പ്രോഫിറ്റ് സെന്റർ ആണോ, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണോ? വെരി ഗുഡ് ശുഭ, വെരി ഗുഡ്. ഇതൊരു ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയാൻ കാരണം ഈ 2 ഡിവിഷൻ, നമുക്ക് 2 ഡിവിഷൻ ഉള്ളത്, ക്ലോത്തിങ് ഡിവിഷനും എക്യുപ്മെന്റ് ഡിവിഷനും. ക്ലോത്തിങ് ഡിവിഷൻ ആണ് ഈ സ്പോർട്സ് ജേഴ്സികളും അല്ലെങ്കിൽ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. എക്യുപ്മെന്റ് ഡിവിഷനിൽ ട്രെഡ്മിൽസും കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്, ക്രിക്കറ്റ് ബാറ്റും ബോളും ഓക്കെ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണെന്ന് വിചാരിച്ചു. ഓരോ ഡിവിഷനും വളരെ കുറഞ്ഞ ഇന്റർവെൻഷൻ മാത്രം, ഹെഡ് ഓഫീസ് ഇവരുടെ ഡിവിഷനിലൊന്നും ഇടപെടാറേ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് എന്ന് വിളിക്കാം. സ്പോർട്സ് കമ്പനി മെഷേഴ്സ് ദ പെർഫോമൻസ് യൂസിങ് ROI ആണ് ഉപയോഗിച്ചിട്ടാണ് ഡിവിഷൻസിനെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. കാൽക്കുലേറ്റഡ് യൂസിങ്, അതിന്റെ കാൽക്കുലേഷൻ പറയുന്നുണ്ട് കൺട്രോളബിൾ പ്രോഫിറ്റും ആവറേജ് ഡിവിഷണൽ നെറ്റ് അസറ്റ്സും. ആവറേജ് ആണ് യൂസ് ചെയ്യേണ്ടത് പ്രത്യേകം പറയുന്നുണ്ട്. ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ ഒന്നും അല്ല, ആവറേജ് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, control profit should be the numerator, average net asset should be the denominator. Target ROI is 18%. ഈ 18% എന്ന ടാർഗറ്റ് മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് എക്സീഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷണൽ മാനേജേഴ്സിനൊക്കെ ഒരു ബോണസ് കിട്ടും. ലാസ്റ്റ് ഇയർ an investment which was expected to meet ROI was rejected by divisional manager because it would have reduced the division's overall ROI. ഓക്കെ, ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. കാരണം ROI എന്നുള്ളത് ആക്ച്വലി കാൽക്കുലേഷൻ പാർട്ട് വളരെ ഈസിയാണ്. ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ട് ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് ആ 6 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. ഇതിന്റെ ഡിസ്കഷൻ പാർട്ടാണ് ആക്ച്വലി, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മേക്സ് ഇൻട്രസ്റ്റിംഗ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ഡിസ്കഷൻ പാർട്ടാണ്. അതെന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സെഷൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ROI തിരിഞ്ഞു നോക്കേണ്ട പോലും കാര്യം വരുന്നത്. ഓക്കെ, നോക്കാം. So, consequently, sports company is considering the introduction of new performance measure RI. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഇയറിൽ
ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ടാർഗറ്റ് ROI ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി 19% ROI തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ അത് ഇവര് വേണ്ട എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവിഷന്റെ ഓവറോൾ ROI ഇത് കുറയ്ക്കും. ഓക്കെ, അതുകൊണ്ട് ഇവർ ഈ വർഷം RI എന്ന് പറയുന്ന പുതിയൊരു മെഷർ കൺസിഡർ ചെയ്യാണ്, ഈ ഒരു ഡിസ്ഫങ്ഷണൽ ബിഹേവിയറിനെ ഇല്ലാതെയാക്കുക. എന്ത് ഈ ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ? എനിബഡി? ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ എന്താണെന്നറിയോ? ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ, ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ടേം നിങ്ങൾ വളരെ വെരി ഗുഡ് സോബ, കോൺഫ്ലിക്ട് ഇൻ ഇൻട്രസ്റ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അതായത് ഓർഗനൈസേഷന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനോട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവാം. ഇപ്പൊ ഇവിടെ ഇവർക്ക് ഈ ഒരു ബോണസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിവിഷണൽ മാനേജേഴ്സിന് ഈ ഒരു ബോണസ് കിട്ടണമെങ്കിൽ ഇവർ 18% അച്ചീവ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ 19-20% അല്ലെ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ പോലും ചിലപ്പോൾ ഇവർ റിജക്ട് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ആഡപ്പ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഡിവിഷന്റെ ഓവറോൾ ROI അതിലും കുറയുന്ന സിറ്റുവേഷൻസ് വരാം. ഓക്കെ, അത് ഞാൻ ഒരു കാൽക്കുലേഷൻ നമ്പേഴ്സ് ഇട്ട് ചെയ്തു തരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, ഈ ബോണസ് കിട്ടണം എന്നുള്ളത് കൊണ്ട് കമ്പനിക്ക് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്. അങ്ങനെയുള്ള ഡിസിഷനെയാണ് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ROI കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ RIയും കൺട്രോൾ പ്രോഫിറ്റും ആവറേജ് ഡിവിഷണൽ നെറ്റ് അസറ്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സെയിൽസ് റവന്യൂ, വേരിയബിൾ കോസ്റ്റ് ഫോർ ബോത്ത് ഡിവിഷൻസ്, ഫിക്സഡ് കോസ്റ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തന്നു. ഓക്കെ ഫൈൻ. പിന്നെ നോട്ട്സ് തന്നിട്ടുണ്ട്. ഇൻക്ലൂഡഡ് ഇൻ ദ ഫിക്സഡ് കോസ്റ്റ് ആർ ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഓഫ് 165,000 ആൻഡ് 460,000. നമ്മുടെ ഇവിടെ 165,000ഉം 460,000 എന്ന ഡിപ്രിസിയേഷൻ എവിടെ ഇൻക്ലൂഡഡ് ആ? ഇവിടെ തന്നിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്നു. ഓക്കെ, ഡിപ്രിസിയേഷൻ കോസ്റ്റ് 30% of the depreciation costs relate to asset controlled but not owned by head office. ഈ ഡിപ്രിസിയേഷൻ കോസ്റ്റുകളുടെ 30% എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിന് ഓണർഷിപ്പ് ഇല്ല, എന്നാൽ ഹെഡ് ഓഫീസ് കൺട്രോൾ ചെയ്യുന്ന അസറ്റുകളാണ്. നമ്മൾ ROIയുടെ ന്യൂമറേറ്റർ ഫിഗർ എന്താ? ROIയുടെ ന്യൂമറേറ്റർ ഫിഗർ എന്താ? കൺട്രോളബിൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല നമ്മൾ പഠിക്കാറ്, അല്ലെ? പഠിച്ചത് അങ്ങനെയല്ലേ? കൺട്രോൾ പ്രോഫിറ്റ് ബൈ കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല നമ്മൾ പറയാറ്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ആ ഡിനോമിനേറ്റർ ഫിഗറും കൺട്രോളബിൾ ആയിരിക്കണം എന്നുണ്ട്. ആരാ? ഡിവിഷൻസിന് തന്നെ കൺട്രോളബിൾ ആയിരിക്കണം. എന്നാൽ ഇവിടെ ഹെഡ് ഓഫീസിന് കൺട്രോൾ ഉള്ള, ഹെഡ് ഓഫീസ് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞു, ഹെഡ് ഓഫീസിന് കൺട്രോൾ ഉള്ള അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കോസ്റ്റ് ആണ് 30%. നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് ആ പ്രോഫിറ്റിൽ കൺട്രോൾ ഉണ്ടോ? ഇത് കൺട്രോളബിൾ പ്രോഫിറ്റ് ആണോ ഈ പറയുന്ന മുഴുവൻ പ്രോഫിറ്റ്? ഇവിടെ തന്നിരിക്കുന്ന ഈ 1455ഉം 3950 എന്ന പ്രോഫിറ്റുകൾ 100% കൺട്രോൾഡ് ആണെന്ന് പറയാൻ കഴിയുമോ? പറയോ? പറ്റുമോ? 1455 എന്ന പ്രോഫിറ്റ് 100% കൺട്രോളബിൾ പ്രോഫിറ്റ് ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇവിടെ തന്നിരിക്കുന്ന 945ന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു 165 ഉണ്ട്. ആ 165ന്റെ 30% ഹെഡ് ഓഫീസിന്റെ ഡിപ്രിസിയേഷൻ ആണ്. ഹെഡ് ഓഫീസിന്റെ ഡിപ്രിസിയേഷൻ ആണ്, അല്ലെ? ഹെഡ് ഓഫീസിന്റെ ഡിപ്രിസിയേഷൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അത്ര ആലോചിച്ചാൽ മതി. Similarly, Division E invested 2 million in plant and machinery at the beginning of the year, which is included in the net asset figure above, and uses the reducing balance method to depreciate assets. Division E $2 million ന്റെ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ നമ്മുടെ നെറ്റ് അസറ്റ് ഫിഗറിൽ ഇൻക്ലൂഡ് ചെയ്തു. ഈ 24,000 അത് ഇൻക്ലൂഡഡ് ആണ്. എന്നിട്ട് നമ്മൾ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിവിഷൻ സി ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അവര് പുതിയ അസറ്റോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇനി ഇവരുടെ ഒരു പോളിസിയാണ് രണ്ട് ഡിവിഷനും
ഒരു പുതിയൊരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ വർഷത്തെ ഫുൾ ഇയർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാന്നുള്ളത്. അതെന്താ പോളിസി എന്ന് പറഞ്ഞുതരാം. FR നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? FRലൊക്കെ നമ്മൾ നമ്മുടെ 16 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിപ്രിസിയേഷൻ ഒക്കെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക. ജനുവരി മുതൽ ഡിസംബർ വരെയാണ് നമ്മുടെ പീരീഡ് എന്ന് വിചാരിച്ചു, ഒരു വർഷത്തെ പീരീഡ്. ജൂലൈ 1 ഞാനൊരു പുതിയൊരു അസറ്റ് വാങ്ങാണ്. ജൂലൈ 1 ഞാനൊരു അസറ്റ് വാങ്ങാണ്. ജൂലൈ 1 ഞാനൊരു അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിപ്രിസിയേഷൻ ഒരു 20% റെഡ്യൂസിങ് ബാലൻസ് ആ ഡിപ്രിസിയേഷൻ എങ്കിൽ എത്രയായിരിക്കും ഡിപ്രിസിയേഷൻ? 10,000 20%. ഇതല്ലേ നമ്മുടെ ഡിപ്രിസിയേഷൻ ഫിഗർ? 2000 എന്നുള്ളതല്ലേ ഡിപ്രിസിയേഷൻ ഫിഗർ? ഈ 2000 ഡിപ്രിസിയേഷൻ ഫിഗർ മുഴുവനായിട്ട് നമ്മൾ എടുക്കും? 2000 എന്ന ഡിപ്രിസിയേഷൻ ഫിഗർ മുഴുവനായിട്ട് നമ്മൾ എടുക്കും? ഇല്ല. എന്തുകൊണ്ടാ? 20% ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫുൾ ഇയറിലേക്കാണ്. 2000 എന്നത് ഇപ്പൊ നമ്മൾ ഒരു ഫുൾ ഇയറിന്റെ ഡിപ്രിസിയേഷൻ ആണ്. പക്ഷെ നമ്മളിവിടെ അസറ്റ് വാങ്ങുന്നത് ഇപ്പൊ നമ്മൾ ഡിസംബർ 31 എന്ന ഡേറ്റിൽ P&L ഉണ്ടാക്കുന്ന സമയത്ത് ആക്ച്വലി ഡിപ്രിസിയേഷൻ ശരിക്കും എത്രയേ പാടുള്ളൂ? 1000 പാടുള്ളൂ. 6 മാസമല്ലേ അസറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ 6 മാസത്തെ ഡിപ്രിസിയേഷനെ വരാൻ പാടുള്ളൂ. ശരിയല്ലേ? 6 മന്ത്സ് ഡിപ്രിസിയേഷൻ വരാൻ പാടുള്ളൂ. എപ്പോഴും 6/12 ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. ഇറ്റ് ഈസ് ദ കമ്പനിയുടെ പോളിസിയാണ്. ഒരു വർഷത്തെ കംപ്ലീറ്റ് ഡിപ്രിസിയേഷനും എപ്പോഴാണോ അസറ്റ് വാങ്ങിയേ ആ ഒരു വർഷം ഇയർ ഓഫ് അക്വിസിഷനിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. അങ്ങനെ കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. പിന്നെ ഹെഡ് ഓഫീസ് റീചാർജസ് ഓൾ ഓഫ് ഇറ്റ് കോസ്റ്റ് ടു ഡിവിഷൻസ്. ദീസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഫിക്സഡ് കോസ്റ്റ്. യെസ്, ഹെഡ് ഓഫീസിന് വന്ന ഒരുപാട് ചെലവുകളുണ്ട്. ഈ സ്പോർട്സ് കമ്പനിയുടെ ഹെഡ് ഓഫീസ്, അവിടെ കുറെ സ്റ്റാഫ് ഉണ്ടാവും, അവർക്ക് സാലറി കൊടുത്തിട്ടുണ്ടാവും, അവര് കുറെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്തിട്ടുണ്ടാവും, അവരുടെ അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഹെഡ് ഓഫീസിന്റെ കോസ്റ്റുകളൊക്കെ അവര് നേരെ എന്താ ചെയ്യുന്നത്? അവര് ഈ 2 ഡിവിഷൻസിലേക്കും കൊടുക്കുകയാണ്. എന്തിനാ ഈ ഡിവിഷൻസിലേക്ക് കൊടുക്കുന്നത്? കാരണം ഹെഡ് ഓഫീസ് മേ ബി ഒരു കോസ്റ്റ് സെന്റർ മാത്രമായിരിക്കാം. അവർക്ക് കോസ്റ്റ് മാത്രം വരും. അവരുടെ സെയിൽസ് ഒക്കെ എങ്ങനെയാ? സെയിൽസ് ഒക്കെ ഡിവിഷൻ ഇയിൽ നിന്നും ഡിവിഷൻ സിയിലൊക്കെയാണ് സെയിൽസ് നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇലാൻസിന്റെ കേസിൽ തന്നെ പറയാം. ഇലാൻസ് കൊച്ചി ഓഫീസും കാലിക്കറ്റ് ബ്രാഞ്ചും ഉള്ളതായിരുന്നു നിങ്ങൾക്കറിയാം. ഓക്കെ, സർവീസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ വരുന്നതൊക്കെ ഈ 2 ബ്രാഞ്ചസിലൂടെ മാത്രം. ബട്ട് അൾട്ടിമേറ്റ്ലി ദർ ഇസ് എൻ ഹെഡ് ഓഫീസ്. അവിടെ ഒരുപാട് ഡിസൈനേഴ്സ് ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കുന്നുണ്ട്. അതിലൂടെ ഒരു റവന്യൂ വരുന്നില്ല. ആ ഒരു പെർട്ടിക്കുലർ ഹെഡ് ഓഫീസിലേക്ക് ഡയറക്ട്ലി റവന്യൂ ഒന്നും വരുന്നില്ല. ബ്രാഞ്ചസിലൂടെ, ഈ ഡിവിഷൻസിലൂടെ ആയിരിക്കും റവന്യൂ വരുന്നത്. അപ്പൊ ഹെഡ് ഓഫീസിന് വരുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് കൊച്ചി ബ്രാഞ്ചിലേക്കും കാലിക്കറ്റ് ബ്രാഞ്ചിലേക്കും കുറച്ച് അലോക്കേറ്റ് ചെയ്യും. സിമിലർലി ഇവിടെ 620,000 ഡിവിഷൻ സിയിലേക്കും 700,000 ഡിവിഷൻ ഇയിലേക്കും കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഹെഡ് ഓഫീസ് അലോക്കേറ്റ് ചെയ്യുന്ന കോസ്റ്റുകളൊക്കെ എവിടെ ഇൻക്ലൂഡഡ് ആ? നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മുടെ ഡിവിഷണൽ മാനേജേഴ്സിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കൺട്രോൾ ഉണ്ടോ അവർക്ക്? ഡിവിഷണൽ മാനേജേഴ്സിന് കൺട്രോൾ ഉണ്ടോ? പ്ലീസ് ലെറ്റ് മീ നോ. Is there any control for divisional managers in these head office costs? No, absolutely no. They have no control. And നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനായിരിക്കും ആ 12% തന്നിട്ടുണ്ടാവുക? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് 12%? Or what is the need for this cost of capital? Very good, Firoz, very good. Just to calculate RI. Very good, Subha. RI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. എനിവേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ROI കാൽക്കുലേഷൻ, സ്പോർട്സ് കമ്പനിയുടെ 6 മാർക്ക് അല്ലെ? സോ സ്പോർട്സ് കമ്പനി, സോറി, സ്പോർട്സ് കമ്പനി ROI കാൽക്കുലേഷൻ അല്ലെ? 2 ഡിവിഷൻ ആയിരുന്നു. ഡിവിഷൻ സി ക്ലോത്തിങ് ഡിവിഷൻ, ഡിവിഷൻ ഇ എക്യുപ്മെന്റ് ഡിവിഷൻ. ROI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ ROI കാൽക്കുലേഷൻ ഇക്വേഷൻ? ROI is equal to, ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ROI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ROI is equal to controllable profit divided by average divisional assets എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഐറ്റംസ് മാത്രം പിക്ക് ചെയ്താൽ മതി. കൺട്രോളബിൾ പ്രോഫിറ്റ്, അതേപോലെ ആവറേജ് നെറ്റ് അസറ്റ്സ് വേണം. കൺട്രോളബിൾ പ്രോഫിറ്റ് ഒരിക്കലും നിങ്ങൾ എക്സാമിന് CP എന്നൊന്നും എഴുതരുത് കേട്ടോ. അപ്പൊ തൽക്കാലം ഞാൻ എഴുതി എന്നത് ശരിയാണ്, പക്ഷെ
എക്സാമിന് നിങ്ങൾ കൺട്രോളബിൾ പ്രോഫിറ്റ് എന്ന് ഫുൾ ആയിട്ട് തന്നെ എഴുതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ സിയുടെയും ഇയുടെയും കൺട്രോളബിൾ പ്രോഫിറ്റ് നമുക്കൊന്ന് കാണാം. ഓക്കെ, എത്രയാണ് കൺട്രോൾ പ്രോഫിറ്റ്? നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും. നെറ്റ് പ്രോഫിറ്റ് ആയ 1455 and 3950 എന്നത് കൺട്രോളബിൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയൂല്ലയോ? ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഈ നെറ്റ് പ്രോഫിറ്റിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. റൈറ്റ്? ഓക്കെ, സോ അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കൺട്രോളബിൾ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? ഈ ഫിക്സഡ് കോസ്റ്റിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് അല്ലെ? ഈ ഫിക്സഡ് കോസ്റ്റിൽ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ എക്സ്ക്ലൂഡ് ചെയ്യണോ വേണ്ടയോ? ഡിപ്രിസിയേഷൻ എക്സ്ക്ലൂഡ് ചെയ്യണോ വേണ്ടയോ? ഡിപ്രിസിയേഷൻ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡ് ചെയ്യണോ പറഞ്ഞേ? അതെന്ന് പറഞ്ഞ ഡിപ്രിസിയേഷൻ 100% നമുക്ക് വന്ന കംപ്ലീറ്റ് ഡിപ്രിസിയേഷൻ എടുത്ത് ഒഴിവാക്കണോ? വേണ്ട. വെരി ഗുഡ്. ഡിപ്രിസിയേഷൻ ഓഫ് ദോസ് അസെറ്റ്സ് വിച്ച് ആർ കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫീസ്, അതാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തേ. വാട്ട് ഈസ് ദ ഡിപ്രിസിയേഷൻ ഹിയർ? ഡിപ്രിസിയേഷൻ ഇസ് 165,000 and 460,000. അതിന്റെ 30%. ഓക്കെ, പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ 165,000ന്റെ 30% എത്രയാന്ന് പറഞ്ഞത്? 165ന്റെ 30%. അല്ലെ? അതല്ല നമ്മൾ ചെയ്യണ്ടേ? അത് ഡിപ്രിസിയേഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറയുമ്പോൾ, ഓക്കെ, ഞാൻ ഇത് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. എക്സ്ക്ലൂഡ് ചെയ്ത് എത്രയാണ്? 165ന്റെ 30%, 49,500. ഓക്കെ, 49,500 ഇവിടെ ഞാൻ എഴുതി വെക്കാണ് തൽക്കാലം. 49,500 ആൻഡ് ദെൻ 460,000ന്റെ 30%, 138,000. ഓക്കെ, 138,000. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയട്ടോ. കറക്റ്റ് അല്ലേ? 138,000ഉം നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 49,500 and 138,000. കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്ത് എല്ലാവരും ഒന്ന് കൺഫേം ചെയ്യൂ. യെസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് എമൗണ്ടുകളും എന്തിൽ നിന്ന് കുറയ്ക്കണം? ഈ 945ൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. ഇത് വരാൻ പാടില്ല. ഇപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്ന കാര്യം, കോൺട്രിബ്യൂഷൻ ആയ 2,400ൽ നിന്ന് 945 കുറയ്ക്കുന്നതിന് പകരം ആദ്യം 945ൽ നിന്ന് 49.5 കുറച്ചിട്ട് അത് മാത്രം കുറയ്ക്കുക, ബാക്കിയുള്ള ഫിഗർ മാത്രം കുറച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുക. ഓൾറെഡി നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതി വെക്കുകയാണെങ്കിൽ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ പോരെ? അല്ലെ? നമ്മള് വലിയൊരു എമൗണ്ട്, എത്ര? 2,400. ശ്രദ്ധിച്ചിരുന്നോ? 2,400ൽ നിന്ന് 945 എന്ന വലിയൊരു എമൗണ്ട് ഓൾറെഡി എക്സ്ക്ലൂഡ് ചെയ്തു. ഏതാ? ഹെഡ് ഓഫീസിന് കൺട്രോൾ ഉള്ള അസെറ്റിന്റെ ഡിപ്രിസിയേഷൻ പോലും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് 1455ലേക്ക് എത്തിയത്. അപ്പൊ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിയായ കൺട്രോളബിൾ പ്രോഫിറ്റ് കിട്ടുക. അല്ലെ? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 1455ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡിപ്രിസിയേഷൻ, ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ ഓഫ് ഹെഡ് ഓഫീസ് അസെറ്റ്സ്. ഹെഡ് ഓഫീസ് അസെറ്റ്സിന്റെ ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മതി. എത്രയാണ് ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത്? ഇവിടെ 49.5ഉം ഇവിടെ 138ഉം ആയിരുന്നു. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. ശരിയല്ലേ? ഇനി വേറെ എന്താ ചെയ്യണ്ടേ? ഇതേപോലെ തന്നെയായിരുന്നു നമ്മളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അലോക്കേറ്റ് ചെയ്ത കോസ്റ്റുകൾ അല്ലെ? 620,000ഉം 700,000ഉം. 620,000 ഇൻക്ലൂഡ് ചെയ്യില്ല, 620യും 700ഉം. അതും ആഡ് ബാക്ക് ഹെഡ് ഓഫീസ് കോസ്റ്റ് എന്ന് എഴുതി വെക്കണം. എന്തിനാ ഇതൊക്കെ ആഡ് ചെയ്യാൻ കാരണം? ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഇതൊക്കെ തിരിച്ച് ആഡ് ചെയ്യാൻ കാരണം ഇതൊക്കെ ഓൾറെഡി മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പൊ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തിയത്. അപ്പൊ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മുടെ ഡിവിഷന് മാത്രം കൺട്രോൾ ഉള്ള നെറ്റ് പ്രോഫിറ്റ് ആണോ? അല്ല. നമ്മൾ ഹെഡ് ഓഫീസിന്റെ ചെലവുകളൊക്കെ കുറച്ചിട്ടാണ് ഈ ഒരു പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ഹെഡ് ഓഫീസിന്റെ ചെലവുകളൊന്നും കുറച്ചിട്ടല്ല പ്രോഫിറ്റിലേക്ക് എത്തേണ്ടത്. സോ നമ്മൾ തിരിച്ചത് ആഡ് ബാക്ക് ചെയ്ത് പോകണം. എനിക്ക് എന്റെ ഡിവിഷന് കൺട്രോൾ ഉള്ള പ്രോഫിറ്റിലേക്ക് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. Therefore, controllable
പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം കൺട്രോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും എത്ര കിട്ടി? കൺട്രോളബിൾ പ്രോഫിറ്റ്, സോറി ആഡ് ബാക്ക് അല്ല ചെയ്തത്, മൈനസ് ചെയ്ത്, സോറി തെറ്റിക്കരുത് കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഇസ് 4788-2124. കൺട്രോളബിൾ പ്രോഫിറ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും കൂടെ പറഞ്ഞു തരണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേ. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സി കമന്റ് ചെയ്തേ, ക്ലിയർ ആണെങ്കിൽ സി കമന്റ് ചെയ്തേ. കൺട്രോളബിൾ പ്രോഫിറ്റിലേക്ക് എത്തിയത് ആഡിങ് ബാക്ക് ഒന്നും കൂടെ പറയാം. ശരി, ഓക്കെ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആഡിങ് ബാക്ക് പറയുന്നതിന് പകരം നമ്മൾ നേരത്തെ ഇവരുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പത്തേക്ക് വെച്ചാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയ്ക്കാ? 2400-5370. ഓക്കെ, കോൺട്രിബ്യൂഷൻ 2400-5370 ആണല്ലോ, അല്ലെ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഫിക്സഡ് കോസ്റ്റുകൾ കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കിട്ടും. ശരി, എത്രയായിരിക്കും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്? ശരിക്കും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടിയിരുന്ന ഫിക്സഡ് കോസ്റ്റ് എത്രയാന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 945 ആണ്. ഈ 945 നിന്ന് ഓൾറെഡി എന്ത് കുറയ്ക്കണം? 49.5 എക്സ്ക്ലൂഡ് ചെയ്യണ്ടേ? വേണ്ടേ? 2400 എന്ന കോൺട്രിബ്യൂഷനിൽ നിന്ന് ഞാൻ 945 എന്ന ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാൻ പാടുണ്ടോ? 945 ഫിക്സഡ് കോസ്റ്റിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിപ്പോയി ഓൾറെഡി. ഏതൊക്കെ ഇൻക്ലൂഡഡാ? ഈ 945ന്റെ ഉള്ളില് 49.5 ആരുടെ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരുന്നു? ഹെഡ് ഓഫീസിന്റെ ഫിക്സഡ് കോസ്റ്റുകൾ, സോറി, ഹെഡ് ഓഫീസിന് കൺട്രോൾ ഉള്ള അസറ്റുകളുടെ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് കുറച്ചു. ഇത്രയും ഫിക്സഡ് കോസ്റ്റ് അപ്പൊ വരില്ല. ഇത് മനസ്സിലായെന്നൊന്ന് കമന്റ് ചെയ്താ. ഈ 49.5 കുറയ്ക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ഓക്കെ, ശരി. പിന്നെ വേറെ എന്തും കൂടെ കുറയ്ക്കേണ്ട? ഈ 49.5 കുറച്ചു, ശരി. ഇതേപോലെ ഇനി ഒരു ഐറ്റം കൂടെ കുറയ്ക്കേണ്ട, ഏതാ? അതേപോലെ ഹെഡ് ഓഫീസ് റീചാർജ് ചെയ്ത കോസ്റ്റ് ആണ് 620. അത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ആ 620 നമ്മൾ കുറയ്ക്കണ്ടേ? ശരിക്കും 620 കുറയ്ക്കണ്ടേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 945 നിന്ന് 49.5ഉം 620യും ശരിക്കും മൈനസ് ചെയ്യണ്ടേ? ബാക്കിയുള്ളതല്ലേ നമുക്ക് കൺട്രോൾ ഉള്ള ഫിക്സഡ് കോസ്റ്റ്. ഡിവിഷണൽ മാനേജേഴ്സിന് കൺട്രോൾ ഉള്ള ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫിക്സഡ് കോസ്റ്റ് അല്ലേ? കമന്റ് ചെയ്തേ. മനസ്സിലായ മാത്രം കമന്റ് ചെയ്താൽ മതിട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കമന്റ് ചെയ്യണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. പ്ലീസ് പ്ലീസ് ലെറ്റ് മീ നോ നിങ്ങൾക്ക് അത് ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് പറഞ്ഞ. റിപ്പീറ്റ്. ഓക്കെ, സി. ഓക്കെ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിട്ട്. സി, നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താ വേണ്ടത്? നമ്മൾ കൺട്രോളബിൾ പ്രോഫിറ്റ്, ഡിവിഷണൽ മാനേജേഴ്സ് ആയ നമുക്ക് മാത്രം നമ്മളുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കൺട്രോളബിൾ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഫിറ്റ് നമുക്ക് കൺട്രോൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയോ? ഈ 1455 കൺട്രോളബിൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയോ? കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇതല്ല എന്റെ നെറ്റ് പ്രോഫിറ്റ്, ഇതൊന്നും അല്ല നെറ്റ് പ്രോഫിറ്റ്. എന്തുകൊണ്ടാ? കാരണം ഈ നെറ്റ് പ്രോഫിറ്റിലേക്ക് ഞാൻ എത്തിയത് ഇവിടെ ഫിക്സഡ് കോസ്റ്റില് ഹെഡ് ഓഫീസിന്റെ ചിലവൊക്കെ കുറച്ചിട്ടുണ്ട്. ഹെഡ് ഓഫീസിന്റെ ചിലവ് എന്റെ അറിവ് കൊണ്ട് ഉണ്ടായ ഒരു ചിലവല്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അത് ജസ്റ്റ് കോസ്റ്റ് അവർ അലോക്കേറ്റ് ചെയ്തത് കൊണ്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലെ, ആ ഫിക്സഡ് കോസ്റ്റ്, നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 945 നിന്ന് ഹെഡ് ഓഫീസ് എന്റെ തലയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് വെച്ച അങ്ങനെയുള്ള ചിലവുകൾ കുറയ്ക്കണം. അതുകൊണ്ട് ഞാൻ 945 നിന്ന് എന്ത് മൈനസ് ചെയ്ത് വെച്ചു? ഓൾറെഡി 620 മൈനസ് ചെയ്ത്, അത് ഹെഡ് ഓഫീസിന്റെ കോസ്റ്റ് ആണ്. എന്ന് പറഞ്ഞതുപോലെ ഹെഡ് ഓഫീസിന്റെ അസറ്റുകളുടെ പുറത്തുള്ള ഡിപ്രിസിയേഷൻ ഓൾറെഡി ഫിക്സഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതും എക്സ്ക്ലൂഡ് ചെയ്യണം, എന്നാലല്ലേ ശരിയാവുള്ളൂ. പ്രധാൻ ക്ലിയർ ആയോ? അതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ചെയ്ത് കുറച്ചാലല്ലേ എനിക്ക് മാത്രം എന്റെ കൺട്രോളിലുള്ള ഫിക്സഡ് കോസ്റ്റ് എത്തത്തുള്ളൂ. കിട്ടുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഒന്ന് കമന്റ് ചെയ്യോ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും പറഞ്ഞുതരാം, നോ വറീസ്.
ഇതത്ര വലിയ എന്തോ സംഭവം എന്ന് വിചാരിച്ച് ചിന്തിക്കാതെ വളരെ ലൈറ്റ് ആയിട്ട് മനസ്സിലായാൽ മതി. ഓക്കെ, സി ഈ കോൺട്രിബ്യൂഷൻ എന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മളുടെ സെയിൽസിൽ നിന്ന് നമ്മൾക്ക് കൺട്രോൾ ഉള്ള കോസ്റ്റ് കുറച്ച് കിട്ടിയ കോൺട്രിബ്യൂഷൻ ആണ് 2400. ഇതിനെ നമുക്ക് കൺട്രോളബിൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇതിനെ എനിക്ക് കൺട്രോളബിൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെയുള്ള ഫിക്സഡ് കോസ്റ്റ് 945 കൺട്രോളബിൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ഈ ഫിക്സഡ് കോസ്റ്റ് 945 എന്ത് ഇൻക്ലൂഡഡ് ആ? 620,000 എന്ന ഹെഡ് ഓഫീസ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. 49.5 എന്ന ഡിപ്രിസിയേഷൻ ഓഫ് ഹെഡ് ഓഫീസ് അസറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇത് രണ്ടും എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇത് രണ്ടും ഞാൻ മൈനസ് ചെയ്യണം, ഇത് രണ്ടും എടുത്തു കളയണം. ബാക്കിയുള്ള ഫിക്സഡ് കോസ്റ്റ് ആണ് എനിക്ക് കൺട്രോൾ ഉള്ള ഫിക്സഡ് കോസ്റ്റ്. അതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ഇപ്പൊ ചെയ്യാണ്, ഈ 945 നിന്ന് ഏതൊക്കെ കുറച്ചു, 49.5 അതേപോലെ 620 നമ്മൾ മൈനസ് ചെയ്തത്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എത്ര വന്നു? നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 945 നിന്ന് 49.5 കുറച്ചു, അതേപോലെ 620 കുറച്ചു. ഫർദാൻ ഒന്ന് കമന്റ് ചെയ്യോ ഇത് ക്ലിയർ ആയോ എന്നുള്ളത്? ഫർദാൻ, ക്യാൻ യു പ്ലീസ് കമന്റ് ക്ലിയർ ആയോ? ആ ഡൗട്ട് ചോദിച്ചത് കൊണ്ട് പറയാണ്. ഓക്കെ ആണ്, ശരി. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിൽ കണക്ട് ചെയ്തോ. നോ വറീസ്, ഒരു വീണ്ടും ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഒന്ന് വാട്സപ്പിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി സിമിലർലി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എത്ര? പെട്ടെന്ന് കമന്റ് ചെയ്തേ. വാട്ട് വുഡ് ബി ദ ഫിക്സഡ് കോസ്റ്റ്? എത്ര വരും ഫിക്സഡ് കോസ്റ്റ് അവിടെ? സെക്കൻഡ് കേസ്. ഓക്കെ, 1420 ഇസ് ദ ടോട്ടൽ ഡിപ്രിസിയേഷൻ. ആ 1420 നിന്ന് 138 കുറയ്ക്കണം, അതേപോലെ 700 കുറയ്ക്കണം. ശരിയല്ലേ? സോ ബാക്കി എത്ര വരും? 1420 minus 138, which is the depreciation, and the head office cost is 700. So remaining 582. Then find out the profit. Profit is therefore 2124.5 and 4788. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ കൺട്രോളബിൾ പ്രോഫിറ്റ്? എന്നാലോചിച്ച് നോക്കിയേ. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഈ ഫിക്സഡ് കോസ്റ്റ് ഇങ്ങനെ കുറയ്ക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ കുറച്ചുകൂടെ എളുപ്പവഴി ചെയ്തതാണ്. എന്താ? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ജസ്റ്റ് അത് രണ്ടും ആഡ് ബാക്ക് ചെയ്തു. എന്താണോ ഇത്രയും നേരം മൈനസ് ചെയ്തത്, അത് നെറ്റ് പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺട്രോൾ പ്രോഫിറ്റിലേക്ക് എത്തും. ക്ലിയർ ആവുന്നുണ്ടോ? കൺട്രോളബിൾ പ്രോഫിറ്റ് 2124.5 4788 വന്നത് ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് സി ഇഫ് യു ആർ ക്ലിയർ വിത്ത് കാൽക്കുലേഷൻ ഓഫ് കൺട്രോളബിൾ പ്രോഫിറ്റ്. ഫൈൻ. ഇനി അടുത്തായിട്ട് കൺട്രോളബിൾ പ്രോഫിറ്റ് കിട്ടി. ഇനി ആവറേജ് അസറ്റിന്റെ വാല്യൂ വേണം അല്ലെ? ആവറേജ് അസറ്റിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് ഈസി ആയിട്ട് കാണാം. 13,924.30, 13,000, 9,000, 24,000, 30,000. Opening assets, closing assets. Therefore, average assets use ചെയ്തിട്ടാണ് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. Average assets is equal to, ചെയ്താ പോരെ? ആവറേജ് ചെയ്യുമ്പോൾ എത്ര വന്നു? ആവറേജ് 11,000 is the average here. ഇവിടെ equal to 24,000 plus 30,000 divided by 2. Average is 11,000 and average assets 11,000 and 27,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? അടുത്തത് നമുക്ക് ROI ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? കൺട്രോൾ പ്രോഫിറ്റ് കിട്ടി, അതേപോലെ ആവറേജ് അസറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ഡിവിഷൻ സിയുടെയും ഡിവിഷൻ ഇയുടെയും ROI കാൽക്കുലേഷൻ ഈസി ആയിട്ട് നടക്കും. എന്താ ചെയ്യേണ്ടത്? ROI is equal to
controllable profit by investment, which is 19.3%. ഇവിടെ 17.7%. ROI is this. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്ക് നമുക്ക് കിട്ടും. കംപ്ലീറ്റ് 6 മാർക്കാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ. മേ ബി യു മൈറ്റ് ഹാവ് ഗോൺ റോങ് വിത്ത് സം ഓഫ് ദ കാൽക്കുലേഷൻസ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും പല സ്റ്റുഡൻസും കൺട്രോളബിൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക. ഏറ്റവും വേഴ്സ്റ്റ് കേസ് എന്താ? ഏറ്റവും മോശമായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് വലിയ നോളജോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് തന്നെ നിങ്ങൾ കൺട്രോൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കും അല്ലെ? അങ്ങനെ വെച്ച് ചെയ്താൽ പോലും 3 മാർക്സ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, മറിച്ച് ഇതൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫുൾ മാർക്സ് നമുക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എടുത്തു വെച്ച് തന്നെ പ്രൊസീഡ് ചെയ്താൽ പോലും അവിടെ ഒരു 3 മാർക്സ് കിട്ടും, കാരണം ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എ പാർട്ട് ക്ലിയർ ആയോ? എ പാർട്ട് ROI, കാൽക്കുലേഷൻ ഓഫ് ROI ഓഫ് 2 ഡിവിഷൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്കസ് ദ പെർഫോമൻസ് ഓഫ് 2 ഡിവിഷൻസ്. ഇനി ഞാൻ തിയറി പോർഷൻ ആണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തിയറി പോർഷൻസ് എന്നുള്ളത് ഓൾമോസ്റ്റ് ROIയുടെ എല്ലാ ക്വസ്റ്റ്യൻസിലും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു തിയറി നിങ്ങൾ നല്ല രീതിയിൽ കേട്ടിരിക്കുക, സോ ദാറ്റ് യു ക്യാൻ റെപ്ലിക്കേറ്റ് ദ സെയിം ഇൻ അതർ ആൻസേഴ്സ് ആസ് വെൽ, അതർ ROI ആൻസേഴ്സ് ആസ് വെൽ. Discuss the performance of 2 divisions, including the main reason why ROI differ from each other. Explain the impact the difference in ROI could have on the behavior of the manager of the worst performing division. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. 2 ഡിവിഷന്റെ പെർഫോമൻസ് പറയണം, എന്തുകൊണ്ടാണ് ഇവരുടെ ROI ഇത്രയും ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. ഈ ROI ഡിഫറൻസ് വരുന്നത് കൊണ്ട് വേഴ്സ്റ്റ് പെർഫോമിംഗ് ഡിവിഷന്റെ മാനേജർക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താണെന്ന് പറയാം. ഓക്കെ ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ 6 മാർക്കിന്റെ തിയറിയാണ്. 6 മാർക്കിന്റെ തിയറി എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് ടു ഗീവ് 3 പാരഗ്രാഫ്സ് ഈച്ച്. 3 പാരഗ്രാഫ്സ് കൊടുത്താൽ മതി. ഒരു പാരഗ്രാഫിന് 2 മാർക്സ് നമ്മൾ സ്കോർ ചെയ്യും എന്ന രീതി. ഓക്കെ, ഒരു പാരഗ്രാഫിന് 2 മാർക്ക് സ്കോർ ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും എഴുതിയാൽ സ്കോർ ചെയ്യില്ല, നമ്മൾ ഡെഫിനറ്റ്ലി പോയിന്റ് തന്നെ എഴുതണം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ROIയിൽ ഈ ചേഞ്ച് വരാൻ കാരണം? ഏറ്റവും ബേസിക് ആയിട്ട് ഒരു റേഷ്യോയുടെ കേസിൽ ഒരു റേഷ്യോ കൂടാനുള്ള റീസൺ എന്താ? ROI കൂടുവാനുള്ള റീസൺ എന്താ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ ROI? What is the reason for increase in ROI? What might be the reason? I'm not asking specific to this particular question. ഏത് റേഷ്യോയും കൂടുവാനുള്ള റീസൺ ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് അതിന്റെ ന്യൂമറേറ്റർ കൂടുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ കുറയുന്നുണ്ടായിരിക്കും. കറന്റ് റേഷ്യോ കൂടുവാനുള്ള കാരണം കറന്റ് അസറ്റ്സ് കൂടിയത് കൊണ്ടോ കറന്റ് ലയബിലിറ്റീസ് കുറഞ്ഞത് കൊണ്ടോ ആവാം. ഈ ഒരു പോയിന്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ വെരി വെൽ ഇന്റർപ്രറ്റ് ഓൾ ദി റേഷ്യോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, റേഷ്യോ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്നത് തന്നെയല്ലേ അല്ലെ? ഒന്നെങ്കിൽ ന്യൂമറേറ്റർ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കുറഞ്ഞതുകൊണ്ടോ ആണ്. പക്ഷെ ഒരിക്കലും എക്സാമിന് ന്യൂമറേറ്റർ ഇൻക്രീസ് ഡിനോമിനേറ്റർ ഇൻക്രീസ് എന്ന വേർഡ്സ് അല്ല യൂസ് ചെയ്യേണ്ടത്. എന്താണോ ന്യൂമറേറ്ററിൽ എഴുതുന്ന ആ ഒരു പോയിന്റ്. ഇപ്പൊ ROIയുടെ കേസിലാണെങ്കിൽ കൺട്രോളബിൾ പ്രോഫിറ്റ് കൂടിയത് കൊണ്ടാണ്. ഇനി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട എന്താ? യു ഷുഡ് തിങ്ക് ആക്ച്വലി എങ്ങനെയാണ് ഈ കൺട്രോൾ പ്രോഫിറ്റ് കൂടുന്നത്. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ യു ക്യാൻ യൂസ് ദീസ് നോളജ് ഫോർ യുവർ റേഷ്യോ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ഇൻ കേസ് യു നിങ്ങളോടൊരു ചോദിക്കുകയാണ് പെർഫോമൻസ് ഓഫ് ദ കമ്പനി എന്നുള്ള രീതിയിൽ, ആ ഫ്ലാഗ് കമ്പനിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പോലും നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കേട്ടിരുന്നോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചതുമാണ്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് കൂടുന്നത് കൊണ്ടാണ് ROI കൂടുന്നത്. ഇനി പ്രോഫിറ്റ് എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് ആലോചിക്കുക. ചെക്ക് ഫോർ സംതിങ് ഇൻ ദ ക്വസ്റ്റ്യൻ.
പ്രോഫിറ്റ് കൂടണമെങ്കിൽ രണ്ട് കാര്യം. എന്താ? ഒന്നുകിൽ സെയിൽസ് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞത് കൊണ്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഉണ്ടാവും, ദ സെയിൽസ് മാനേജർ ഹാസ് ഇൻവെസ്റ്റഡ് ഓൺ സം അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി പറയാം, ദ ആഡ് ക്യാമ്പയിൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ കമ്പനി ഹാവ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ് സെയിൽ ആൻഡ് ദിസ് ഹെൽപ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്. അതേപോലെ കോസ്റ്റ് കുറയാനുള്ള കാര്യം, മേ ബി ദ മാനേജർ മൈറ്റ് ഹാവ് ഇംപ്ലിമെന്റഡ് സം കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ പാരഗ്രാഫ്സ് കംപ്ലീറ്റ് ആയി മാർക്സ് കിട്ടും. എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാലോചിക്കുക. സിമിലർലി ആർ ഒയുടെ കേസിൽ ഡിനോമിനേറ്ററിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. അപ്പൊ ഒന്നെങ്കിൽ ടോട്ടൽ അസറ്റ് കുറയണം, അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റീസ് കൂടണം. ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ ഒ സി കുറയും. അപ്പൊ അതിനുള്ള എന്തെങ്കിലും റീസൺ ആലോചിച്ച് നോക്കുക. വെദർ ദ മാനേജർ മൈറ്റ് ഹാവ് ഡിസ്പോസ്ഡ് or sold off some assets within the company, within the division. That might be the reason for reduction in ROI. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ, സോറി, ദാറ്റ് മൈറ്റ് ബി ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ ROI. അപ്പൊ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാം. എന്തുകൊണ്ടാണ് ഇവിടെ ROI കുറയുന്നത്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ROI ഓഫ് ഡിവിഷൻ സി അല്ലെ, ഡിവിഷൻ സി is good, while ROI of division is bad എന്ന് പറയുന്നതിൽ നല്ലത്. ബാഡ് എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ എന്ത് പറയാം അല്ലെ, having met the target ROI of 18%, 18% എന്ന 18% എന്ന ടാർഗറ്റ് ROI അവർക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിലേക്ക് പറയാം. അങ്ങനെ ടാർഗറ്റ് ROI മീറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അല്ലെ, ദ മാനേജർ ഓഫ് വേഴ്സ്റ്റ് പെർഫോമിംഗ് ഡിവിഷൻ, അതേതാണ്? ഡിവിഷൻ ഇ ആണ് അല്ലെ. അയാൾക്ക് എന്ത് ROI അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 17.7 നല്ല രീതിയിൽ തൊട്ടടുത്ത് വരെ അച്ചീവ് ചെയ്തു അല്ലെ. മൈറ്റ് ബി ഡീമോട്ടിവേറ്റഡ്. കാരണം 17.7, 18 ആയോ, 18 ആയില്ല, 18 ആയിരുന്നുവെങ്കിൽ അയാൾക്ക് ബോണസ് കിട്ടിയനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അയാൾ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും. ദിസ് ഇസ് ആക്ച്വലി ദി ഇമ്പാക്ട്. അപ്പൊ അയാളുടെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനി വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? ഈ ഡിഫറൻസിനുള്ള കുറച്ച് കാരണങ്ങൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, റീസൺ നമ്പർ 1, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ് ഹെഡിങ്സ് ആയിട്ട് എഴുതാം കേട്ടോ. സബ് ഹെഡിങ്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ ഞാൻ ഇവിടെ എഴുതുന്നത് നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ്. ഡിവിഷൻ സി ഇസ് clothing division and division E is equipment division അല്ലെ. by the nature of business നിങ്ങൾ പറഞ്ഞേ, ഏത് ബിസിനസ്സിനായിരിക്കും കൂടുതൽ അസറ്റുകൾ ഉണ്ടാവുക? ക്ലോത്തിങ് ഡിവിഷൻ, ജസ്റ്റ് ജേഴ്സീസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന, ജേഴ്സീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ക്ലോത്തിങ് ഡിവിഷൻ ആയിരിക്കും? എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന എക്യുപ്മെന്റ് ഡിവിഷൻ ആയിരിക്കും ഒരുപാട് അസറ്റുകൾ ഉണ്ടാവുക? ഒബ്വിയസ്ലി എക്യുപ്മെന്റ് ഡിവിഷൻ ആണല്ലേ അല്ലെ. സോറി, രണ്ട് പ്രാവശ്യം എവിടെ പോയില്ലേ. ബൈ ദ നേച്ചർ ഓഫ് ബിസിനസ് ഇറ്റ് ഇസ് റിലവന്റ് ദാറ്റ് എന്താ, ഡിവിഷൻ ഇ might be having a larger asset base. ഒരുപാട് അസറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എക്യുപ്മെന്റ് ഡിവിഷൻ ആയതുകൊണ്ട്. ആസ് ദേ മാനുഫാക്ചേഴ്സ് എക്യുപ്മെന്റ്സ്. ഇതിങ്ങനെ നേച്ചർ ആയതുകൊണ്ട് എന്ന് മാത്രം പറയാതെ നിങ്ങൾ ജസ്റ്റ് ആ സിനാരിയോയിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ സിനാരിയോയിൽ തന്നെ അസറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. അസറ്റിന്റെ വാല്യൂസ് നോക്കൂ. ഡിവിഷൻ സി 13,000, 9,000, ആവറേജ് അസറ്റ് വാല്യൂ 11,000 ആകുമ്പോൾ ഇവരുടെ ആവറേജ് അസറ്റ് വാല്യൂ 27,000 ആണ്. ആ ഒരു കാര്യം കൂടെ പറയാം.
ഡിവിഷൻ സിയുടെ ആവറേജ് അസറ്റ് 11,000 ആകുമ്പോൾ ഡിവിഷൻ ഇയുടെ ആവറേജ് അസറ്റ് ബേസ് ഏകദേശം 27,000 ആണ്, വിച്ച് മീൻസ് ദേ ഹാവ് ബീൻ യൂസിങ് ആർ ഹാവിംഗ് ലാർജർ അസറ്റ് ബേസ്. മോർ അസറ്റ്സ് മീൻസ് ഇനിയാണ് അവിടെ എഴുതേണ്ടത് എന്താ? മോർ അസറ്റ്സ് മീൻസ് മോർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഡിനോമിനേറ്റർ കൂടി ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ROI കുറയും. ദിസ് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ് മൈറ്റ് ബി ദ റീസൺ that division E went producing lesser ROI. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു പാരഗ്രാഫിന് 2 മാർക്സ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. മനസ്സിലാക്കുക, ഈ ഒരു പാരഗ്രാഫിന് 2 മാർക്സ് കിട്ടും നേച്ചർ ഓഫ് ബിസിനസ് എഴുതുന്നതിന്. മനസ്സിലാക്കുക, ഇത് വേർഡിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോ എക്സൽ ഓപ്പൺ ചെയ്തത് കൊണ്ട് ജസ്റ്റ് അങ്ങ് ചെയ്തതേ ഉള്ളൂ. ഇത് നമ്മുടെ വേർഡിങ്സിൽ തന്നെ എഴുതി വെച്ചാൽ മതി. പക്ഷെ ചെയ്തുകൂടെ ഇത്? നേച്ചർ ഓഫ് ബിസിനസ്. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്തെ നോക്കുക ഇങ്ങനെ. ക്ലോത്തിങ് ഡിവിഷൻ അവർക്ക് ജസ്റ്റ് ക്ലോത്ത്സ് ആണ് അത്, അല്ലെ? അത് വെച്ച് നോക്കുന്ന സമയത്ത് എക്യുപ്മെന്റ് ഡിവിഷൻ ആയിരിക്കും കൂടുതൽ അസറ്റ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓൾറെഡി ദറ്റ് ഇസ് റെലവന്റ് ഫ്രം ദ വാല്യൂസ് ആസ് സോഴ്സ്. ക്ലിയർ ആണോ നേച്ചർ ഓഫ് ബിസിനസിനെ പറ്റി? ഓക്കെ അല്ലേ? അല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്തത് ഡിപ്രിസിയേഷൻ ടൈപ്പ് എന്നുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനിൽ വേണമെങ്കിലും എഴുതി വെക്കാവുന്ന ഒരു കാര്യമാണ്. മിക്കവാറും ആ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എങ്ങനെയാ ഡിപ്രിസിയേഷൻ ഇവർ ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ ഡിവിഷൻ സി എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഡിവിഷൻ സി ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിവിഷൻ ഇ ഉപയോഗിക്കുന്നത് റിഡ്യൂസിങ് ബാലൻസ് മെത്തേഡുമാണ്, അല്ലെ? അപ്പൊ ആദ്യം അത് എഴുതി വെക്കുക. ഡിവിഷൻ സി യൂസസ് straight line method of depreciation and division E uses reducing balance method. Okay, ഇനി ഇതിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? any guesses? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ROI യിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എന്തായിരിക്കും? ഓക്കെ, അറിയില്ല. എനിബഡി? എന്തെങ്കിലും ഒരു ഹിന്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഫുൾ ടൈപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. കമന്റ് ബോക്സിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹിന്റ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞേ. വെരി ഗുഡ് അജയ്, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞ കറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ രണ്ട് സെയിം അസറ്റ് മേടിച്ചു. 10,000 എന്ന ഒരു അസറ്റും 10,000 വാല്യൂ ഉള്ള ഒരു അസറ്റ് വാങ്ങി. ഈ അസറ്റിനെ നമ്മൾ 5 ഇയേഴ്സ് ആണ് ലൈഫ് ടൈം എങ്കിൽ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ബേസിസിലാണെങ്കിൽ 2,000 ഫോർ ഫസ്റ്റ് ഇയർ, 2,000 ഫോർ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത് ഇയർ അസറ്റ് വാല്യൂ ബിക്കം 0 ആൻഡ് അസറ്റ് ഗെറ്റ് സോൾഡ് ഓഫ്. ഇങ്ങനെ 5 വർഷത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യും. ഇതേ ഐറ്റം, ഇതേ 5 വർഷത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ റിഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ 30% റിഡ്യൂസിങ് ബാലൻസ് ആണ് യൂഷ്വലി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുക. അസ്യൂം അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ 3,000 ആയിരിക്കും. അപ്പൊ എത്ര അസറ്റിന്റെ വാല്യൂ? 10,000-ൽ നിന്ന് 3,000 പോയി ബാക്കി 7,000 ആണുള്ളത്. ആ 7,000-ന്റെ 30% ആയിരിക്കും അടുത്ത ഡിപ്രിസിയേഷൻ, ദാറ്റ് ഇസ് 2,100. ഓക്കെ, എന്നിട്ട് 7,000-ൽ നിന്ന് 2,100 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 4,900 ആണ്. അതിന്റെ 30% ആയിരിക്കും അടുത്ത വർഷത്തെ ഡിപ്രിസിയേഷൻ ദാറ്റ് ഇസ് 1,470. ഓക്കെ, സോ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇഫ് the depreciation method is reducing balance, we can see that the depreciation amount goes decreasing over time. ഓരോ വർഷം കഴിയും തോറും ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് ഒന്ന് ആലോചിക്കേ. ഡിപ്രിസിയേഷൻ ഈസ് എൻ എക്സ്പെൻഡിച്ചർ, അല്ലെ? ഡിപ്രിസിയേഷൻ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറഞ്ഞു പോവാണ്. എക്സ്പെൻസ് കുറഞ്ഞു പോവുകയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് പ്രോഫിറ്റ്സ് ആർ ഇൻക്രീസിങ് എന്നുള്ളതല്ലേ, അല്ലെ? ഇനീഷ്യൽ ഇയേഴ്സിലൊക്കെ ഡിപ്രിസിയേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും, അവസാന വർഷമൊക്കെ ഡിപ്രിസിയേഷൻ വളരെ ലോ ആയിരിക്കും. അതായത് അവസാനത്തെ വർഷമായിരിക്കും നല്ല ഹൈ പ്രോഫിറ്റ്സ് കാണുക.
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളുടെ കേസിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കേസിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി എന്ത് പറയുന്നുണ്ട്, ഡിവിഷൻ ഇ ഒരു 2 മില്യൺ ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 മില്യന്റെ പുറത്ത് ഈ പറയുന്ന പോലെ 30% ഡിപ്രിസിയേഷൻ ഒക്കെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ ചാർജ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഹെവി ഡിപ്രിസിയേഷൻ ഓൾറെഡി എവിടെ വന്നു കഴിഞ്ഞു, ഈ ഒരു വർഷം ഹെവി ഡിപ്രിസിയേഷൻ ആണ് ഡിവിഷൻ ഇയുടെ കേസിൽ വന്നിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ ഹെവി ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ കമ്പനിയുടെ പ്രോഫിറ്റ് ഒബ്വിയസ്ലി കുറവായിരിക്കും, അല്ലെ? ഇവിടെ ഇപ്പൊ ഫിക്സഡ് കോസ്റ്റ് നോക്കി, 1420 എന്നത് ഈ പറയുന്ന ഹെവി ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ്. അതുകൊണ്ടായിരിക്കാം നമ്മളുടെ പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം, ഡിപ്രിസിയേഷൻ ടൈപ്പിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിവിഷൻ സി യൂസസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ഡിവിഷൻ ഇ യൂസസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. Reducing balance method is having some kind of problem in situations like this. In this situation, division E has invested, like they have invested 2 million this year. ഈ 2 മില്യന്റെ പുറത്തുള്ള ഹ്യൂജ് ഡിപ്രിസിയേഷൻ മൈറ്റ് ഹാവ് ചാർജ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഇയർ. കാരണം ഓൾറെഡി ഫുൾ ഇയർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം അക്യൂസിയേഷൻ ടൈമിൽ തന്നെ പറയുന്നുണ്ട്, അല്ലെ? This might have resulted in profits generated being lower. അപ്പൊ ഫ്യൂച്ചറിലേക്ക് എന്ത് സംഭവിക്കും ആലോചിച്ച് നോക്കി നിങ്ങള്. വളരെ ലോവർ പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ROI 17.7 ഉണ്ട്. ജസ്റ്റ് ഒരു കുറച്ചൊരു ഇതിനാ നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്യാതെ പോയത്. അപ്പൊ ഫ്യൂച്ചറിലേക്ക്, അതായത് മേ ബി ബൈ നെക്സ്റ്റ് ഇയർ ഓർ അതിന്റെ അടുത്ത വർഷം കൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ ROI മീറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് അടുത്ത് സംസാരിക്കാൻ പറ്റുക. ഡിപ്രിസിയേഷൻ ടൈപ്പിനെ പറ്റിയിട്ട് നമുക്കവിടെ സംസാരിക്കാം. എന്തായിരിക്കും പറയാ? എന്തായിരിക്കും ഇവിടെ പറയാ? Depreciation of division E assets will be decreasing over time as they are using reducing balance method of depreciation. This will result in their profits being increased over time. Maybe by next year or maybe 2 years after, they will be, division E will be reporting huge amount of profits, and obviously their ROI is definitely going to meet the target of 18% or more. Okay. ഈ ഒരു വർഷം നമ്മൾ ഓൾറെഡി 2 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. 2 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായി? അസറ്റിന്റെ വാല്യൂ കൂടി, ഡിനോമിനേറ്റർ കൂടി. ഓൾറെഡി അത് തന്നെ ഒരു കാരണമാണ് ROI കുറയാൻ, അല്ലെ? കാരണം പുതിയ അസറ്റ് ആണ്, 2 മില്യന്റെ ഒരു വാല്യൂ കൂടെ വന്നു, വാല്യൂ അഡീഷൻ വന്നു. അപ്പൊ ROI എന്തായാലും കുറയും. അതിന്റെ കൂടെ പ്രോഫിറ്റ് കൂടെ കുറയാണ്. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ROI കുറയും, അതിന്റെ കൂടെ പ്രോഫിറ്റ് കുറയുമ്പോൾ വീണ്ടും ROI കുറയും. ഇത്രയും കുറവ് സംഭവിച്ചിട്ട് പോലും നമ്മൾക്ക് എത്രയേ ഉള്ളൂ? 17.7 അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ലേ? അപ്പൊ ആ ഒരു റീസൺ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ഇപ്പൊ ചോദ്യം തന്നു കഴിഞ്ഞാലും ബിസിനസിന്റെ ഒരു നേച്ചറിനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഡിപ്രിസിയേഷൻ ടൈപ്പിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ. വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ലൈനിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, റീസെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതി വെക്കാം. റീസെന്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്നിട്ട് അവിടെ എഴുതി വെക്കാം, ദ റീസെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 2 മില്യൺ ഇൻ ഡിവിഷൻ ഇ might have resulted their assets value to increase and thereby decreasing the ROI. അസറ്റ്സിന്റെ വാല്യൂ കൂടിയാൽ ROI കുറയുമല്ലോ. ഓക്കെ. അസറ്റ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യേണ്ട പ്രോഫിറ്റ് ഉണ്ടല്ലോ. നമ്മൾ എന്തിനാ അസറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്? എന്തിനാ? അസറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓരോ കമ്പനീസും അസറ്റിന്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അവര് റീസെന്റ് ഒരു മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ടാവും. മേ ബി ആ പ്ലാന്റ് ആൻഡ് മെഷീനറി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ട്രെയിനിങ് പീരീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇനീഷ്യൽ 12 months. They might be generating huge amount of profits by using these assets in later years. ഈ ഒരു വർഷം ആയിരിക്കണമെന്നില്ല, മേ ബി അടുത്ത വർഷമൊക്കെ ആയിരിക്കാം ഇത് ഉപയോഗിച്ചിട്ടുള്ള, ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു റീസെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മേ ബി ദ managers might have given training for this particular year on how to use this asset or how to get maximum from this asset. They will be generating huge amount of revenue by using this particular asset in later years എന്നും കൂടെ നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ. ഒബ്വിയസ്ലി അപ്പൊ നമുക്ക് നല്ല രീതിയിൽ 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാം. അല്ല അത് മാത്രം, ഇതാണ് these might be the reason why ROI
is differing for division E and division C എന്ന് പറഞ്ഞെഴുതാം. And the manager of the worst performing division, obviously he will be demotivated because he have actually performed very well. അല്ലെ? അത് നമുക്ക് എന്ത് നോക്കിയാൽ മതി? സെയിൽസ് റവന്യൂ നോക്കിയേ. ഡിവിഷൻ സിയുടെ ഇരട്ടിയിലധികം, അല്ലെ, ഇരട്ടിയിലധികം ഡിവിഷൻ ഇക്ക് സെയിൽസ് റവന്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ സാർ കോസ്റ്റും ഇതിനനുസരിച്ച് കൂടിയില്ലേ? കോസ്റ്റ് ഒരുപാട് കൂടിയതല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്തോ, ഡിവിഷൻ സിയുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യൂ, ഡിവിഷൻ ഇയുടെയും കോൺട്രിബ്യൂഷൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യൂ. കോൺട്രിബ്യൂഷൻ മാർജിൻ വിൽ ഡെഫിനറ്റ്ലി ബി ഹൈ ഫോർ ഡിവിഷൻ ഇ. അത്രയും കോൺട്രിബ്യൂഷൻ മാർജിൻ ഒക്കെ ഹൈ ആണ്, വിച്ച് മീൻസ് ദ മാനേജർ ഇസ് ആക്ച്വലി പെർഫോമിംഗ് ഗുഡ്. ഈവൻ ദോ ദ മാനേജർ ഹാസ് put his best, but still he's not able to achieve the target ROI. Obviously, he will be demotivated. അല്ലെ? അയാളുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന ROIയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ he will be demotivated. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോ അതിന്റെ ഒരു കംപ്ലീറ്റ് കേസസ് പറഞ്ഞു. ഓക്കെ, എക്സാമിന് നമ്മളിപ്പോ ഒരു 4 പാരഗ്രാഫ് പറഞ്ഞു, 3 പാരഗ്രാഫ് എഴുതിയാൽ മതി. ഓക്കെ, 2 പാരഗ്രാഫ് ഡിഫറൻസ് എന്താന്നുള്ളതും 1 പാരഗ്രാഫ് മാനേജർ ഓഫ് വേഴ്സ്റ്റ് പെർഫോമിംഗ് ഡിവിഷന്റെ ഇമ്പാക്റ്റും അയാളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് റെസിഡ്യൂൽ ഇൻകം. ഇത് ക്ലിയർ ആണോ എന്നൊന്ന് കമന്റ് ചെയ്തേ. ഇത് ക്ലിയർ ആണോ എന്നൊന്ന് കമന്റ് ചെയ്തേ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് റെസിഡ്യൂൽ ഇൻകം ഫോർ 2 ഡിവിഷൻ ആൻഡ് ബ്രീഫ്ലി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യത്തെ കേസിൽ കാൽക്കുലേറ്റ് ROI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കമന്റിനെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വെൻ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ ബി, the question is asking not only just for calculation, അതിന്റെ കൂടെ ബ്രീഫ്ലി കമന്റ് എന്നും കൂടെ പറയുന്നുണ്ട്. സോ സ്റ്റുഡൻസിന് യൂഷ്വലി പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ സെക്കൻഡ് പാർട്ട് കാണാതെ പോയത്, ഇതിനും കൂടെ കൂട്ടിയിട്ടാണ് 4 മാർക്സ് കേട്ടോ. എക്സൽ ഷീറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ROI കാൽക്കുലേഷൻ ആൻഡ് അതിനെ പറ്റിയിട്ട് കമന്റ് കൂടെ ചെയ്യണം. റെസിഡ്യൂൽ ഇൻകം, ഓക്കെ ചെയ്തേ, റെസിഡ്യൂൽ ഇൻകം കാൽക്കുലേഷൻ. ഓക്കെ, വീണ്ടും ഇവിടെ റെസിഡ്യൂൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിവിഷൻ സി ഡിവിഷൻ ഇ അതേപോലെ തന്നെ അല്ലേ? അതിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്യാം. സിമിലർലി കൺട്രോളബിൾ പ്രോഫിറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? കൺട്രോൾ പ്രോഫിറ്റ് ഇസ് എ ഫിഗർ വിച്ച് വി നീഡ്, സോ അതും നമുക്ക് അത് തന്നെ കോപ്പി ചെയ്ത് കൊണ്ടുവരാം. റെസിഡ്യൂൽ ഇൻകത്തിനും അല്ല, അതുകൊണ്ടാണ് അതിന് 4 മാർക്സ് എന്നുള്ള രീതിയിൽ തന്നെ. കൺട്രോളബിൾ പ്രോഫിറ്റ് മൈനസ് എന്തായിരുന്നു? എനിബഡി? RID ഇക്വേഷൻ മൈനസ് നോഷണൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെ? ഓക്കെ, സോ അഗെയിൻ ക്യാപിറ്റൽ എംപ്ലോയിഡിന് പകരം നമ്മൾ ഇവിടെ ആവറേജ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ആവറേജ് അസറ്റ്, ആ ഫിഗേഴ്സ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആണെന്ന് ഒന്നും കൂടെ എഴുതി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%. സോ നോഷണൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് residual income is equal to control profit minus notional interest on capital employed. Yes, done. ഇത്രയേ ഉള്ളൂ. റെസിഡ്യൂൽ ഇൻകം കാൽക്കുലേഷൻ ക്ലിയർ ആണോ? റെസിഡ്യൂൽ ഇൻകം കാൽക്കുലേഷൻ എന്താ ചെയ്യേണ്ടത്? കൺട്രോൾ പ്രോഫിറ്റും പിന്നെ അസറ്റ്സിന്റെ പുറത്തുള്ള 12% വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിഡ്യൂൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പൊ ഇത് വെച്ച് മാത്രം ചെയ്താൽ 4 മാർക്സ് കിട്ടില്ല. ഇതിന്റെ കൂടെ കമന്റ് ചെയ്യണം. എന്താ കമന്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നോക്കിയേ. കമന്റ് ചെയ്യേണ്ടത് എന്താ? പെർഫോമൻസ് അല്ലേ? ഫ്രം ദ റെസിഡ്യൂൽ ഇൻകം അല്ലെ? ലുക്കിംഗ് അറ്റ് ദ റെസിഡ്യൂൽ ഇൻകം ഇറ്റ് ക്യാൻ ബി സീൻ, അതാ കമന്റ് ചെയ്യേണ്ടത്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഡിവിഷൻ ഇ is having more residual income than that of division C. അല്ലെ? RI ഫിഗറിൽ 804 ആര് ജനറേറ്റ് ചെയ്തുള്ളൂ? ഡിവിഷൻ സി ജനറേറ്റ് ചെയ്തുള്ളൂ. ഏകദേശം അതിന്റെ ഇരട്ടിയോളം അല്ലെ? ഓൾമോസ്റ്റ് ദ ഡബിൾ ദ റെസിഡ്യൂൽ ഇൻകം ഓഫ് RI, ഐ മീൻ റെസിഡ്യൂൽ ഇൻകം ഓഫ് ഡിവിഷൻ സി ആര് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? ഡിവിഷൻ ഇ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് എഴുതും. സോ ലുക്കിംഗ് അറ്റ് ദ performance of division C and division E on the basis of RI, it can be seen that division E manager has performed much well than that of division C എന്ന രീതിയിൽ ഒരു കമന്റ് ഇൻക്ലൂഡ് ചെയ്താൽ 4 മാർക്സ്. ഈസി മാർക്കാണ്. ഹാർഡ്ലി 1 മിനിറ്റ് നമ്മൾ അതിന് സ്പെൻഡ് ചെയ്തുള്ളൂ. 4 മാർക്ക് കിട്ടി കഴിഞ്ഞല്ലേ അല്ലെ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് RI ടു മെഷർ ഡിവിഷണൽ പെർഫോമൻസ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്.
RI ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ROI ഉപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്. സോ പ്ലീസ് ഡു റെഫർ സ്റ്റഡി ഹബ് ആൻഡ് ലേൺ ദീസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് കേട്ടോ. കറക്റ്റ് അതേപോലെ എഴുതി വെച്ചത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മാർക്കാ. PM വളരെ കുറവാണ് ഇതുപോലെ ഡയറക്റ്റ് മാർക്സ് ചോദിക്കാറുള്ളത്. അപ്പൊ അതെന്തായാലും ചെയ്തേ. ഓക്കെ, പ്ലീസ് ഡു കമന്റ് അഡ്വാൻറ്റേജസ് ഓഫ് RI. RIയുടെ അഡ്വാൻറ്റേജസ് എന്താ? ഒരു അഡ്വാൻറ്റേജ് 4 മാർക്സ് ആണ് അല്ലെ? അപ്പൊ 2 പാരഗ്രാഫ് മതി ബേസിക്കലി. അപ്പം 1-2 അഡ്വാൻറ്റേജസും 1-2 ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞാൽ ധാരാളമായി. എന്തൊക്കെയായിരിക്കും മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയും. വെരി ഗുഡ്. ദിസ് എൻകറേജസ് മാനേജേഴ്സ് ടു മേക്ക് ന്യൂ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗോൾ കോൺഗ്രുവൻസ് എന്ന കാര്യം പറയാം. ഗോൾ കോൺഗ്രുവൻസ്. ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇപ്പം ഡിവിഷൻ C മാനേജറുടെ മുന്നിലും അല്ലെങ്കിൽ ഡിവിഷൻ E മാനേജറുടെ മുന്നിലും ROI വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഡിവിഷൻ E മാനേജർക്ക് ബോണസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ RI വെച്ച് നോക്കുന്ന സമയത്ത് ഡിവിഷൻ E മാനേജർക്കും ബോണസ് കൊടുക്കും. അയാളുടെ ബിഹേവിയറും നമ്മൾ പോസിറ്റീവ്ലി മോട്ടിവേറ്റ് ചെയ്യും. മാത്രമല്ല ഗോൾ കോൺഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ? ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനിയും ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ മാനേജറും ദിസ് വിൽ ബി അലൈൻഡ്. ഇത് രണ്ടും അലൈൻഡ് ആവുന്നത് കൊണ്ട് ഗോൾ കോൺഗ്രൻസ് അച്ചീവ് ചെയ്യാൻ കഴിയും. ദിസ് ഇസ് വൺ ഓഫ് ദ ബെനിഫിറ്റ് ഓഫ് ROI. Then, sorry, RI. വെരി ഗുഡ്. അബ്സല്യൂട്ട് മെഷർ ആണ് അല്ലെ? അബ്സല്യൂട്ട് മെഷർ, എസ്പെഷ്യലി ഇവിടെ ഒരു അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി, അതായത് പെർസെന്റേജിൽ പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനു പകരം ഇവിടെ ദിസ് ഇസ് എൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻ വിച്ച് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എക്സാക്ട്ലി ഡിവിഷൻ E തന്ന ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡിവിഷൻ E തന്നത് എക്സാക്ട്ലി 1548,000 ബെനിഫിറ്റ് ആണ്. ഡിവിഷൻ C തന്നത് എക്സാക്ട്ലി ആ ഒരു ഫിഗർ അബ്സല്യൂട്ട് മെഷർ തരാൻ ഇതിന് കഴിയുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. ഡിസ്അഡ്വാൻറ്റേജസ് പറയൂ. ഡിസ്അഡ്വാൻറ്റേജസ് എന്ത് പറയാം? വെരി ഗുഡ്. കമ്പാരിസൺ ഈസി അല്ല. വെരി ഗുഡ് അല്ലെ? ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളിപ്പം ഒരു നോർമൽ ഒരു ചെറിയൊരു ടീ ഷോപ്പും ലുലു പോലെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റും എടുക്കുകയാണ്. ലുലു പോലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എടുക്കുക. ഒരു ടീ ഷോപ്പിന്റെ RIയും അതേപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ RIയും എടുത്തിട്ട് ഇത് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം ഒരു ചെറിയൊരു ടീ ഷോപ്പിന്റെ റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത് ഒരു വർഷം മേ ബി ഒരു 20,000 30,000 ആയിരിക്കുന്ന സമയത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു വർഷത്തെ RI റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പം 5 CR 6 CR 6-7 കോടി രൂപയൊക്കെ ആയിരിക്കും അല്ലെ? മേ ബി അതുമല്ല, അതിലും കൂടുതലാണ്. തൽക്കാലം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഒരു സൈഡിൽ കോടിക്കണക്കിന് രൂപ ആണല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ളത്. ഇവിടെ ചെറിയൊരു ടീ ഷോപ്പിന് ആകെ 10,000 20,000 അല്ലേ RI ഉള്ളൂ. അപ്പൊ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഈസ് ആക്ച്വലി പെർഫോമിംഗ് ബെറ്റർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? നോ, ദിസ് ഡസ് നോട്ട് ഫാസിലിറ്റേറ്റ് കമ്പാരിസൺ. മറിച്ച് ഇഫ് ROI ആയിരുന്നു ഉപയോഗിച്ചതെങ്കിലോ ടീ ഷോപ്പിന്റെ ROI 20%. കാരണം ഇൻവെസ്റ്റ് ചെയ്തത് 2 ലക്ഷം ആണെങ്കിൽ ആ 2 ലക്ഷം വെച്ചിട്ട് അതിൽ നിന്നൊരു 10,000 റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ആ രീതിയിൽ അല്ലെ നമുക്ക് പറയാം. സോറി, ഇൻവെസ്റ്റ് ചെയ്തത് 1 ലാഖും അതിൽ നിന്നൊരു 20,000 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 20% ഇസ് ദ ROI. ലുലുവിന്റെ കേസിൽ 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 കോടി രൂപയാണ് റിട്ടേൺ കിട്ടുന്നതെങ്കിൽ 10% ആണ് ROI. അപ്പൊ ആ പെർസെന്റേജ് ബേസിസ് വരുന്ന സമയത്ത് കമ്പാരിസൺ ഈസിയാണ്. ഇവിടെ RI ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഓക്കെ. പിന്നെ RIയുടെ ഒരു ജനറൽ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, ദേ ആർ യൂസിങ് പ്രോഫിറ്റ്സ് അല്ലെ? അപ്പൊ ഇതൊരു അക്കൗണ്ടിങ് മെഷർ ആണ്. പ്രോഫിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആർ ഈസി ഫോർ മാനിപ്പുലേഷൻ. നിങ്ങൾ കാരണം ജസ്റ്റ് ഒരു പോളിസി മാറ്റിയാൽ മതി. ഏത് പോളിസിയാ? നമ്മുടെ ഡിപ്രിസിയേഷന്റെ പോളിസി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. പ്രോഫിറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് അത്. പക്ഷെ ROIയുടെയും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇവർ പ്രോഫിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് കാൽക്കുലേഷൻ. അപ്പൊ അത് ROIയുടെ കേസിലും ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഓക്കെ, 1 2 എന്നൊന്നും എഴുതി വെക്കരുത്. അഡ്വാൻറ്റേജസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ഷുഡ് ബി അബൌട്ട് ഗോൾ കോൺഗ്രുവൻസ്. സെക്കൻഡ് പാരഗ്രാഫ് ഷുഡ് ബി അബൌട്ട് അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന സബ് ഹെഡിങ് കൊടുക്കുക. ദിസ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ആൻഡ് ദെൻ അടുത്തത് ഈസി ഫോർ മാനിപ്പുലേഷൻ. എന്ന രീതിയിൽ എഴുതുക. ഓക്കെ. അത്യാവശ്യം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയി മാറട്ടെ ഇഫ് ROI ആൻഡ് RIs ആസ്ക്. കാരണം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം.
ലെൻസ് കമ്പനി. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 326 ഓൺ റിവിഷൻ കിട്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തോ കേട്ടോ. ഇതിൽ നോക്കാം, പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ നോക്കിയേ, ROI calculation for each division for the year ended, ensuring the basis of calculation make it a suitable. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ROI calculation ആണ് 6 മാർക്ക്. ഇപ്പൊ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. Second one, explain why you have included or excluded certain items in calculating ROI. നമ്മൾ ROI കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യനിൽ ഹെഡ് ഓഫീസിന്റെ കോസ്റ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡ് ചെയ്തത്? ബിക്കോസ് ഹെഡ് ഓഫീസ് കോസ്റ്റ് ആർ ഹെഡ് ഓഫീസ് കോസ്റ്റ് അല്ലെ. വി ആർ ദ മാനേജേഴ്സ് ഓഫ് ഡിവിഷൻ ഈസ് ഹാവിംഗ് നോ കൺട്രോൾ ഓവർ ദീസ് കോസ്റ്റ്. അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാനോ കൂട്ടാനോ കഴിയുന്ന കോസ്റ്റുകൾ അല്ല അത്. ദാറ്റ് ഈസ് ദ റീസൺ ദാറ്റ് വി ഹാവ് എക്സ്ക്ലൂഡഡ് ദീസ് ഐറ്റംസ്. അങ്ങനെ 8 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിൽ ഈ ഹെഡ് ഓഫീസ് കോസ്റ്റ് പോലെ പല കാര്യങ്ങളുണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു 4 ഐറ്റം ഇതുപോലെ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് കമന്റ് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. Another item that we excluded in our recent question is about depreciation of assets controlled by head office. These are the assets, even though they are not owned by head office, they are controlled by head office. അല്ലെ, അത് കൺട്രോൾ ചെയ്യുന്നത് എപ്പോ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒക്കെ ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് അവർ ഡിവിഷണൽ മാനേജേഴ്സ് ആർ ഹാവിംഗ് നോ amount of control over those assets, and that's why depreciation of those assets have to be excluded while calculating controllable profit. പിന്നെ അങ്ങനെയുള്ള അസറ്റുകൾ ആക്ച്വലി നമ്മുടെ കൺട്രോളബിൾ അസറ്റ് എന്ന കാൽക്കുലേഷൻ, നമ്മുടെ ആവറേജ് ഡിവിഷണൽ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അങ്ങനെ അസറ്റിന്റെ വാല്യൂവിൽ നിന്നും കൂടെ എക്സ്ക്ലൂഡ് ചെയ്യണം. ഇഫ് എനി അങ്ങനെ എന്തെങ്കിലും അസറ്റുകൾ ഉണ്ട്, അത് ഓൾറെഡി അതിന്റെ വാല്യൂ ഇൻക്ലൂഡഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് എഴുതി വെക്കുക. അപ്പൊ അങ്ങനെ ഓരോ ഐറ്റംസും സ്പെസിഫൈ ചെയ്ത് എഴുതി വെക്കുന്നതിനാണ് 8 മാർക്കുകൾ, 8 മാർക്സ്. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. Then next item, briefly discuss whether it is appropriate to treat each of the divisions of Lens company as investment center. Lens കമ്പനിയുടെ ഡിവിഷനുകളെ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആക്കിയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അതെന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോ? ഇവിടെ ലെൻസ് കമ്പനി ഉണ്ട്, അവർക്ക് 2 ഡിവിഷൻ ഉണ്ട്, ഡിവിഷൻ പിയും ഡിവിഷൻ ഒയും. ഡിവിഷണൽ മാനേജേഴ്സിന് ഒരു ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവരെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവർക്കൊരു ഓതറൈസേഷൻ ലിമിറ്റ് ഉണ്ട്, 15,000 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. 15,000 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഓക്കെയാണ്. അതിന് മുകളിലേക്ക് ഒരു എമൗണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഹെഡ് ഓഫീസിന്റെ അപ്രൂവൽ എടുക്കണം. അതായത് ഞാൻ പുതിയൊരു അസറ്റ് വാങ്ങാൻ പറ്റും, ഞാനൊരു ഡിവിഷണൽ മാനേജറാണ്, ഞാനൊരു അസറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് 20,000 ആണ് അസറ്റിന്റെ കോസ്റ്റ് എങ്കിൽ ഞാൻ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കണം, അതെ ഞാൻ ഈ അസറ്റ് വാങ്ങിക്കോട്ടെ, ഇതിന്റെ വാല്യൂ ഇത്രയാണ്, എന്നെ ഒന്ന് അപ്രൂവ് ചെയ്യോ? അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? എനിക്ക് തോന്നിയതുപോലെ എന്റെ ഡിവിഷനിലേക്ക് അസറ്റുകളൊന്നും വാങ്ങി വെക്കാൻ കഴിയുന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമ്മളപ്പോ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥം ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 2 മാർക്സ്. ഈ 2 മാർക്സിന് നിങ്ങൾ എഴുതുന്ന ആൻസർ എപ്പോഴും ഡിസ്കഷനിൽ നിങ്ങൾ എപ്പോഴും അവിടെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നില്ല. ഇവിടെ നിങ്ങളുടെ ആൻസർ ഇങ്ങനെ ചെയ്താൽ മതി, ലെൻസ് കമ്പനി ഈ ഒരു 2 ഡിവിഷൻസിനെയും ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് both these divisions are run by a divisional manager, and the divisional manager is having overall responsibility for all aspects for running the division. If a manager is having this overall responsibility for running the division, then that divisions are actually investment centers. But in Lens company, അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണെന്നൊരു പാരഗ്രാഫ് എഴുതുക, തൊട്ട് താഴെ അടുത്ത പാരഗ്രാഫിൽ എഴുതുക. ബട്ട് ഇവിടെ ഇവർക്ക് ദേ ആർ കൺട്രോൾഡ് ബൈ ഓതറൈസേഷൻ ലിമിറ്റ്. അവർക്ക് ഒരു 15,000 എന്നൊരു ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിൽ ഒരു ഹെഡ് ഓഫീസിന് അപ്രൂവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ, അല്ലെ? അപ്പൊ ദാറ്റ് ഹാവ് ടു ബി കൺസിഡേർഡ്. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പാരഗ്രാഫും ഇൻവെസ്റ്റ്മെന്റ് സെന്റർ അല്ല എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, സോറി ഒരു സെക്കൻഡ് പാരഗ്രാഫുമാണ് നമുക്ക് ഇങ്ങനെ 2 പാരഗ്രാഫ്സ് ആണ് എഴുതി വെക്കുന്നത്. ആ ഡിസ്കഷനിൽ ബ്രീഫ്ലി ഡിസ്കസ് എന്നാ പറയുന്നത്, ബ്രീഫ്ലി സ്റ്റേറ്റ് വെദർ ഇറ്റ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞാലേ നിങ്ങൾ അവിടെ, അല്ലെങ്കിൽ റെക്കമെൻഡ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മളൊരു പൊസിഷൻ എടുക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഡിസ്കസ്, ജസ്റ്റ് ഡിസ്കസ്,
പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണ് ബിക്കോസ് ദ ഡിവിഷണൽ മാനേജർ ഇസ് ഹാവിംഗ് ഓവറോൾ റെസ്പോൺസിബിലിറ്റീസ് അബൌട്ട് ഫോർ ദീസ് ഡിവിഷൻസ്. At the same time, this cannot be considered as an investment center because they are limited with an authorization limit of $15,000 for the capital expenditure. Done. Madi. Okay. And now discuss the problems involved in using ROI to measure managers' performance. എന്തൊക്കെയാ ROI പ്രശ്നമാണ് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ അല്ലെ. ഗോൾ കോൺഗ്രൻസ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല, ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ ആണ്. മാനേജേഴ്സ് ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. 19% അല്ലെങ്കിൽ ടാർഗറ്റ് ROIയേക്കാളും കൂടിയ ROI ഉള്ള പ്രൊജക്ടുകൾ പോലും നമ്മൾ ചിലപ്പോൾ വേണ്ട എന്ന് വെക്കും. അതൊക്കെയാണ് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ. കാരണം എനിക്ക് ബോണസ് കിട്ടണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ഐഡിയ ആയോ എല്ലാവരും? അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് ആ ലെൻസ് കമ്പനി ഒന്ന് ചെയ്യണേ. ലെൻസ് കമ്പനി ഒന്ന് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഓക്കെ. ഇവിടെ ഒന്ന് രണ്ട് പേര് ഒരു ഡൗട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഗോൾ കോൺഗ്രൻസ് ഒന്നുകൂടി പറയൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു നമ്പർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്പേഴ്സ് വെച്ചിട്ട് സി, നമ്മുടെ ഡിവിഷൻ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിവിഷൻ ആണെന്ന് വിചാരിച്ചു. സി, നമ്മുടെ ടോട്ടൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ കൺട്രോളബിൾ പ്രോഫിറ്റ്, നമ്മുടെ അസറ്റ്സ് എങ്ങനെയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ROI എത്രയാന്ന് നോക്കിയേ. ദ കറന്റ് ROI ഓഫ് ഡിവിഷൻ ഇസ് 20%. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നു. നിങ്ങൾ 1000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എന്താ 1000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അസറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് 190 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാത്രമായിട്ട് ഞാനൊന്ന് ROI നോക്കി. ഇതിന്റെ മാത്രം ROI എത്രയാ? 190/1000 ചെയ്തപ്പോൾ 19% ROI ആണ്. നമ്മുടെ ഹെഡ് ഓഫീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ROI എത്രയായിരുന്നു? ടാർഗറ്റ് ROI 18% ആയിരുന്നില്ലേ ടാർഗറ്റ് ROI? ഇപ്പൊ 18% മുകളിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ശരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ശരിയല്ലേ? അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ആക്ച്വലി വി ആർ സപ്പോസ് ടു അക്സെപ്റ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. വി ഹാവ് ടു ആക്ച്വലി ഇൻവെസ്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ അസെറ്റ് സോ ദാറ്റ് വി ക്യാൻ ജനറേറ്റ് എ പ്രോഫിറ്റ് ഓഫ് അഡീഷണൽ 190. 19% അല്ലെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഡിവിഷൻ ഇയുടെ മാനേജറുടെ സൈഡിൽ നിന്ന് ആലോചിച്ചിട്ട് ROI ആണ് പെർഫോമൻസ് മെഷർ എങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ ഇല്ലയോ? നിങ്ങളാണ് ഈ ഡിവിഷൻ ഇയുടെ മാനേജർ എങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഹിബ പറയുന്നു നോ. റിയ ഇല്ല. വേറൊരു റിയ ഉണ്ട്. ഓക്കെ, വേറെ എനി അതർ ആൻസേഴ്സ്? സി, if ROI is used to measure the performance of divisional managers, most of the divisional managers won't be investing in this project. Do you know why? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് അസെറ്റ്സ് വിൽ നൗ ബി 11,000. ടോട്ടൽ പ്രോഫിറ്റ്സ് ദാറ്റ് കമ്പനി ജനറേറ്റ് വിൽ ഇസ് 2,190. അപ്പോഴുള്ള കമ്പനിയുടെ കമ്പനി അല്ല ഡിവിഷന്റെ ROI 19.9 എന്ന രീതിയിലായി മാറും. 19.9. ഇവരുടെ ROI കുറഞ്ഞില്ലേ? ഇത്രയും കാലം നമ്മുടെ ഡിവിഷൻ 20% ROI ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ബോണസ് കിട്ടുമായിരുന്നു. 20% ആണെങ്കിൽ കുറെ ബോണസ് കിട്ടും. അതിനേക്കാളും 18% അതിന് കൂടുതലാണെങ്കിൽ തൊട്ട് ബോണസ് കിട്ടാൻ തുടങ്ങും. വീണ്ടും ROI കൂടുന്നതിനനുസരിച്ച് അത്ര അധികമായിട്ട് ബോണസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 20% നിന്ന് 19.9 എന്ന രീതിയിൽ നമ്മുടെ നമ്മുടെ ഡിവിഷന്റെ ROI കുറഞ്ഞില്ലേ? സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ നമ്മൾ എന്തു വെക്കും? മോസ്റ്റ് ഓഫ് ദ ഡിവിഷണൽ മാനേജേഴ്സ് ആക്ച്വലി, ഓ വയ്യ, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, എന്തിനാ വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ROI 20%-ൽ നിന്ന് കുറയല്ലേ, എനിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബോണസ് പോലും കുറയാണ്, പിന്നെ എന്തിനാണ് വെറുതെ. ബട്ട് ആക്ച്വലി കമ്പനിയുടെ സൈഡിൽ നോക്കുന്ന സമയത്ത്, കമ്പനിയുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് 18%-ലധികം ROI കിട്ടുന്ന എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഹെഡ് ഓഫീസിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെ? നമ്മുടെ അസറ്റുകൾ കൂടും, ആ അസറ്റുകളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പ്രോഫിറ്റ് 190, ഒരു ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വി ആർ സെയിങ് നോ ടു ദിസ് പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഈവൻ ദോ ദിസ് വാസ് ആക്ച്വലി പ്രിറ്റി വെൽ. 18 പകരം 19% ടാർഗറ്റിനേക്കാളും മുകളിലുള്ള ഒരു ROI ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഡിവിഷണൽ മാനേജേഴ്സ് ആർ സെയിങ് നോ ടു ദിസ് പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ. കമ്പനീസ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഒബ്ജക്റ്റീവ്സും മാനേജറുടെ പേഴ്സണൽ ബോണസ് കിട്ടണമെന്ന ഒബ്ജക്റ്റീവ്സും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരികയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? കോൾ കോൺഗ്രുവൻസ്. ഓക്കെ, ക്ലിയർ ആണോ? കമന്റ് ചെയ്തേ. ഓക്കെ, ഫൈൻ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ROI, RIനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊന്നും സംസാരിച്ചു. എക്സാമിന് ഇതിൽ കൂടുതൽ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. സോ പ്ലീസ് ഡു പ്രാക്ടീസ് ദിസ് 2 ക്വസ്റ്റ്യൻസ്, സ്പോർട്സ് കമ്പനി ആസ് വെൽ ആസ് ലെൻസ് കമ്പനി. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. സ്റ്റഡി ഹബിൽ പോയിട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇപ്പൊ 2 ക്വസ്റ്റ്യനും നമ്മൾ കണ്ടില്ലേ, ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും. അതപ്പം നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് ഒരു ബൈ ഹാർട്ട് ആയിട്ട് പോലും വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, ഒരു തിയറി കൊടുക്കാൻ പാകത്തിന്. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും എക്സാമിന്. ഓക്കെ, പിന്നെ അടുത്ത ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, സ്റ്റുഡൻസ് തിയറി ഒക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാമിന്റെ പാനിക്കിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും. ഓക്കെ, സോ പ്ലീസ് നല്ല രീതിയിൽ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുക, തിയറി എഴുതുക. നിങ്ങളുടെ ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ഗ്രാമർ പ്രശ്നമല്ല, നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ട്രൈ ടു മേക്ക് മാർക്കർ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സെയിങ്. ആ ലെവലിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. അതിന് നമ്മളുടെ ഒക്കെ ലാംഗ്വേജ് ഇസ് മോർ ദാൻ ഇനഫ്. നമ്മൾ നോർമലി ചെയ്യുന്ന എന്താ, ഓക്കെ, ഒരു മലയാളം കാര്യം ആദ്യം ആലോചിച്ചിട്ട് അതിനെ ഇങ്ങനെ ഇംഗ്ലീഷിലാക്കും, കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചതിന് ദാറ്റ് ഇസ് ഇനഫ്, ദാറ്റ് ഇസ് ഇനഫ് ഇൻ PM. പക്ഷെ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ള രീതിയിൽ കൊടുക്കും. ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഇംപ്ലിക്കേഷൻ ഒരു ഇംപ്ലിക്കേറ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ എഴുതണ്ടേന്ന്. അത് ഏത് സിറ്റുവേഷനിലാണെന്ന് പറയും, ആ ഇംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ. ആ ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് പറയോ, ഒരു ക്വസ്റ്റ്യൻ വെച്ച സിനാരിയോയിൽ പറയാം. നോർമലി ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ 2-3 റീസൺസും കൂടെ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ദാറ്റ് ഇസ് വൈ എന്ന് പറയാറില്ലേ. ഇപ്പൊ നമ്മൾ ROIയുടെ ഒക്കെ കേസിൽ പറഞ്ഞതുപോലെ ഇവിടെ മാനേജർ ഓഫ് ഡിവിഷൻ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ദീസ് ആർ ദ റീസൺസ്. നമ്മൾ ആ റീസൺസ് പറഞ്ഞു, ആ റീസൺസും കൂടെ സ്റ്റേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കിക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, സോ അനദർ ഡൗട്ട്, സർ ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, വാട്ട് ഷുഡ് ബി ദ പ്ലാൻ ഫോർ നെക്സ്റ്റ് 13 days? യെസ്, വെരി ഗുഡ്, ഗുഡ് ദാറ്റ് യു കൗണ്ടഡ്. ഇനി 13 ദിവസങ്ങളാണുള്ളത്, 14ാം ദിവസം എക്സാം ആണെന്നുള്ളത് മനസ്സിലിരിക്കട്ടെ. അപ്പൊ അടുത്ത ഡേയ്സിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ പറയുകയാണെങ്കിൽ, ഐ ഡോണ്ട് നോ ഹൗ മെനി പേപ്പേഴ്സ് യു ഗൈസ് ആർ റൈറ്റിംഗ്. ചിലർ PM മാത്രമായിരിക്കും എഴുതുന്നത്, ചിലർ 2 പേപ്പേഴ്സ് എഴുതുന്നവരുണ്ടാവാം. ഒന്നിലധികം പേപ്പേഴ്സ് ഉള്ളവർ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് സ്റ്റഡി ടൈം, യു ഹാവ് ടു അലോക്കേറ്റ് സ്റ്റഡി ടൈം ഫോർ അതർ പേപ്പർ ആസ് വെൽ. ഓക്കെ, അതും മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് ഒരിക്കലും നിങ്ങൾ ആദ്യത്തെ 2 ദിവസം PM പഠിക്കാം, അടുത്ത 2 ദിവസം FM പഠിക്കാം എന്ന് ചെയ്യരുത്. പകരം ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെ PM, ഉച്ചയ്ക്ക് ശേഷം FM. ഓക്കെ, മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും 2 പേപ്പേഴ്സും പഠിച്ചു പോവാം. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ. കാരണം 2 ദിവസം ഇസ് മോർ ദാൻ ഇനഫ് ടു ഫോർഗെറ്റ് എ തിങ്. നമ്മൾ മറന്നു പോകും. പുതിയതായിട്ട് പെട്ടെന്ന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഡെയിലി ബേസിസിൽ 2 പേപ്പേഴ്സ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഡെയിലി ബേസിസിൽ നിങ്ങൾ അത് കറക്റ്റ്ലി പഠിച്ചു പോകും. ഓക്കെ, ഇനി അതല്ലാതെ PM എന്ന പേപ്പർ മാത്രം പഠിക്കാനുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആകെ ഒറ്റ പേപ്പറല്ലേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. ഈ ഒരു എക്സാം പാസ്സാവുക, ഒരു ഒറ്റ പേപ്പറെ ഞാൻ ഈ ഒരു അറ്റംപ്റ്റിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളൂ.
അതിലേക്കുള്ള എക്സാം ഫീയും കാര്യങ്ങളൊക്കെ ഓൾറെഡി അടച്ച് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. ഇനി 13 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ആ ടോപ്പിക് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വന്നു, നമ്മൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വെച്ച ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും വന്നെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ മുതലുള്ള നമ്മുടെ റിഗ്രറ്റ് ആക്ച്വലി വളരെ ഹൈ ആയിരിക്കും. റിഗ്രറ്റ് ഓഫ് നോട്ട് ഡൂയിങ് ദാറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. അയ്യോ, എനിക്ക് കിട്ടിയ ഈ 13 ദിവസങ്ങളിൽ അവസാനം അല്ലെ മാരത്തൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ശേഷമുള്ള വീണ്ടും 2 വീക്സ് ഉണ്ടായിരുന്നു. ആ 2 വീക്സ് എങ്കിലും അതൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് വായിക്കാൻ തോന്നിയിരുന്നെങ്കിൽ അതെനിക്ക് എഴുതാമായിരുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള 2 മാർക്സ് അല്ല, അത് വെറുതെ സ്കോർ ചെയ്യാമായിരുന്നു ആ ഒരു 4-5 മാർക്സ്. അത് ഞാൻ വിട്ട് കളഞ്ഞല്ലോ എന്ന റിഗ്രറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു റിഗ്രറ്റിന് നിങ്ങൾ ഒരു സിറ്റുവേഷൻ കൊടുക്കരുത്. ഓക്കെ, ഞാൻ എന്റെ ACCA വന്ന സമയത്ത് ഏറ്റവും ഞാൻ ആദ്യം എഴുതുന്ന പേപ്പർ ആയിരുന്നു PM. 2015 ഡിസംബർ, 8 വർഷം മുന്നേ ആണ് PM പേപ്പർ എഴുതുന്നത്. അന്ന് ഈ പറയുന്ന പോലെ ടീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിൽ ഇതുപോലെ മാരത്തൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഓൺലൈൻ സെഷൻ ഒന്നും ആവില്ല. ഒന്ന് ഒരു സബ്ജക്റ്റിന് ക്ലാസ് കേൾക്കണമെങ്കിൽ ഓക്കെ ബാംഗ്ലൂർ കയറാം, അവിടെ ഏതോ ടീച്ചർ വരുന്നുണ്ട്, അവിടെ പോയി ക്ലാസ് കേൾക്കാം. ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ എന്റെ ഫസ്റ്റ് സെഷനിൽ ഞാൻ എക്സാം എഴുതിയത് PM പേപ്പറും FM പേപ്പറും ടാക്സ് പേപ്പറും കൂടെ ഒന്നിച്ച് രജിസ്റ്റർ ചെയ്തു. അത് രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്ന റീസൺ ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ ബ്രദർ CA ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഒരു ചെറിയൊരു റൂമിൽ നിന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബ്രദർ CA IPCC ചെയ്യുമ്പോൾ IPCCക്ക് 7 പേപ്പേഴ്സ് ആണ് എക്സാം എഴുതേണ്ടത്. അതിൽ കോസ്റ്റിംഗ് ഉണ്ട്, ടാക്സ് ഉണ്ട്, FM ഉണ്ട്, SFM ഉണ്ട്, പല പേപ്പേഴ്സ് വരുന്നുണ്ട്, ഡയറക്ട് ടാക്സ്, GST, അത് ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അവന്റെ എക്സാം മെയ് 2016 അതിനു വേണ്ടിയിട്ട് അവൻ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്തിനാണ് ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ 3 പേപ്പേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നത്. ACCA എന്താന്ന് പോലും വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അവന് 7 പേപ്പേഴ്സ് ചെയ്യാനില്ലേ മെയ്യിലേക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ പകുതി ഡിസംബറിലേക്ക് ഒരു 3 പേപ്പേഴ്സ് രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 3 പേപ്പേഴ്സ് എക്സാം രജിസ്റ്റർ ചെയ്തു. ഓക്കെ, FM അന്ന് ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആകപ്പാടെ PM പേപ്പർ മാത്രമാണ് ഒരു ട്യൂട്ടറുടെ ഹെൽപ്പോടെ പഠിച്ചത്. ടാക്സും FM കപ്ലാൻ ബുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു ചാപ്റ്റർ വായിക്കും, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്ത ചാപ്റ്റർ വായിക്കും, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ, അങ്ങനെ പഠിച്ചത്. FM പഠിച്ചത് 10 ദിവസം, ടാക്സ് പഠിച്ച് 10 ദിവസം, PM പഠിച്ച് 10 ദിവസം. ദാറ്റ് ഈസ് ദ മന്ത് ഓഫ് നവംബർ ഫോർ മീ. ഡിസംബർ ഫസ്റ്റ് വീക്ക് പരീക്ഷ, നവംബർ മാസം ഈ ഒരു ഡേറ്റ് നവംബർ 21 മുതൽ ഇന്ന് ഞാൻ FM പഠിക്കാൻ തുടങ്ങിയ ഡേറ്റ് 21 മുതൽ 30 വരെ FM പഠിച്ചു. ഡിസംബർ 1, 2, 3 3 പേപ്പേഴ്സിന് ഈ മോക്ക് എക്സാംസ് മാറി മാറി എഴുതി 4, 5 then എക്സാമിലേക്ക് പോയി. ദാറ്റ് വാസ് ദ സിറ്റുവേഷൻ. ഭയങ്കര ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത്, അത് ആ ഒരു സ്ട്രഗിൾ ഒക്കെ എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പോലും പേടിയാണ്. ഇപ്പൊ എനിക്ക് മേ ബി അത്രയും സ്ട്രഗിൾ ചെയ്യാനൊന്നും പറ്റുന്നത്. പക്ഷെ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴാണ് ഞാൻ ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിച്ചതുപോലെ ആ ലാസ്റ്റ് ഒരു മന്ത് ഉണ്ടല്ലോ പഠിക്കാൻ ധാരാളം ഉണ്ട്, ഇനി മുതൽ നന്നായിട്ട് പഠിച്ചാൽ മതി എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പുസ്തകം തുറന്നത്. പുസ്തകം തുറന്ന് FM ഒക്കെ പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ PM ഒക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് മനസ്സിലായത് ഇത്രയും ഇത് നമ്മളെ കൊണ്ട് പോകില്ല. ലൈക്ക് ഒരു മണിക്കൂറിന് 10-15 പേജോ പഠിച്ചുകൊണ്ടിരുന്ന നമ്മളെ സംബന്ധിച്ച് ഇവിടെ 1 മണിക്കൂർ ഇരുന്നിട്ടും 1-2 പേജുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് കണ്ടതോടെ ആ ഒരു റിയലൈസേഷനിൽ ശരിക്കും ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ നല്ല രീതിയിൽ പേടിയായി, ശരിക്കും പേടിച്ചു. ലൈക്ക് അയ്യോ, ഇനി വാട്ട് വിൽ ഐ ഡു ഫോർ എക്സാം, ഇനി ഒരു മാസം ഉണ്ട്, ഇത് എങ്ങനെ ഞാൻ ഇത്രയും കട്ടിയുള്ള പുസ്തകം വായിച്ചു തീർക്കും. ഓക്കെ, ആ പേടിയുടെ പുറത്ത് ഞാൻ ഒക്ടോബർ ലാസ്റ്റ് വീക്കിലേക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ഓക്കെ, 10 days ഫോർ PM, 10 days ഫോർ ടാക്സ്, 10 days ഫോർ FM, ആൻഡ് എവറി സിംഗിൾ ഡേ എന്താ പറയാ മാക്സിമം എത്രത്തോളം പഠിക്കാൻ കഴിയുന്നു അത്രയും സമയം പഠിക്കുക. ഓക്കെ, നിങ്ങൾ പാസ്സായോ ഫെയിലായോ എന്നുള്ളതല്ല, യു ഹാവ് ടു ഗീവ് യുവർ ബെസ്റ്റ് ഷോട്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാനും എന്റെ മനസ്സിലും ഞാൻ അത്ര ആലോചിച്ചുള്ളൂ, ലൈക്ക് ഓക്കെ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, എനിക്ക് അത് വെറുതെ ആക്കരുത്, ഐ ഹാവ് ടു ഗീവ് മൈ ബെസ്റ്റ് ഷോട്ട്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഡെയിലി ചില ദിവസങ്ങളിൽ 14-15 hours പഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ പഠിച്ച് ശീലമുള്ള ഒരാളല്ല. സോ സം ഡേയ്സ് അത്രയൊന്നും പഠിക്കാൻ പറ്റില്ല, 10 hours. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് പോകുന്ന ദിവസങ്ങൾ അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള ദിവസങ്ങൾ കൂടുതൽ അതിലും അധികമായിട്ട് പഠിച്ചു. അപ്പൊ ആ രീതിയിൽ ഒരു കഷ്ടപ്പെട്ട് വളരെ പെയിൻഫുൾ ആയിട്ട് നല്ല സ്ട്രഗിളിലുള്ള ഒരു സമയമാണ്. പക്ഷെ ആ ഒരു മന്ത് 30 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസം എണീക്കുന്നു, റിപ്പീറ്റ്. ഒബ്വിയസ്ലി അന്ന് അത്രയും പറയുന്ന എന്താ പറയാ മൊബൈൽ ഫോൺസോ കാര്യങ്ങളോ അത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള സിറ്റുവേഷൻ അല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താ പറയാ സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കാം,
കൈൻഡ്ലി ഡു കട്ട് ഓഫ്, അല്ലെങ്കിൽ ആ രീതിയിൽ അതിലുള്ള ഫാസ്റ്റിംഗ് ആപ്സ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, അല്ലെ? അല്ലെങ്കിൽ 30 മിനിറ്റ്സിൽ കൂടുതൽ ഒരു ദിവസം യൂസ് ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയി പോകുന്ന ആപ്സ് അവൈലബിൾ ആണ്. ഡു ഇൻസ്റ്റാൾ ദിസ് ആപ്പ്. കാരണം ഇത് ഞാൻ എന്താ പറയാ, ഒരു വർഷത്തേക്കൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഫോർ 2 വീക്സ്. ഇനി അടുത്ത 2 ആഴ്ച 10-12 ദിവസമുള്ളൂ. ഒരു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇനി ഉപയോഗിക്കേണ്ടെന്ന് പോലും ഞാൻ പറയുന്നില്ല, 30 മിനിറ്റ്സ് യൂസ് ചെയ്തു. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ ഞാൻ പറയുന്നില്ലേ, ഞാൻ ഒരിക്കലും രാവിലെ 4 മണിക്ക് നിങ്ങൾ എണീറ്റ് പഠിക്കുക അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് ചിലർക്ക് മോർണിംഗ് എണീറ്റ് പഠിക്കുന്നതായിരിക്കും, ചിലർക്ക് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം. പക്ഷെ ഗീവ് യുവർ ബെസ്റ്റ് ഷോട്ട്. അത്ര എനിക്ക് പറയാനുള്ളത്, അത് മാത്രമേ പറയുള്ളൂ. ഗീവ് യുവർ ബെസ്റ്റ് ഷോട്ട്. ചിലർക്ക് ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ അത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. അതായിരിക്കാം അവരുടെ ബെസ്റ്റ് ഷോട്ട്. മതി. പക്ഷെ ആ 5 അവേഴ്സ്, അവരിയ്ക്കുന്ന 5 അവേഴ്സ് എന്ന് പറയുന്നത് മേ ബി ഒരു 10 അവേഴ്സിനേക്കാളും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് ആയിരിക്കാം. മതി. ഓക്കെ. ചിലർക്ക് അങ്ങനെയല്ല, ചിലർ കുറച്ച് സ്ലോലി എടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അത്രയും അധികം സമയം കൊടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു പെയിൻഫുൾ പ്രോസസ്സ് തന്നെയാണ് ഈ പഠിക്കാനിരിക്കുക. എന്താ പറയാ, സമയം പോകുന്നില്ലല്ലോ. അല്ലാത്തപ്പോ നമ്മൾ രാവിലെ എണീറ്റാ വൈകുന്നേരം ആവുന്ന അറിയാം, റൈറ്റ്? ഓക്കെ. ഇത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ഇരുന്ന് ഒരു 10 അരമണിക്കൂർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്, ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞു, ഈ ഒരു ബ്രേക്ക് എടുക്കാം. ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുന്ന ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ മതി നിർത്തിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ഇനിയിപ്പോ ഒരു മണിക്കൂറൊക്കെ ഫ്രീ ആയിട്ട് നടന്നിട്ട് പഠി, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കാൻ വെറുതെ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള തോട്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളെ ലേസി ആക്കുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വരും. കാരണം ഒബ്വിയസ്ലി നമ്മളൊക്കെ ആ ഒരു ലേസിനെസ് ശീലിച്ച് വരുന്ന ആൾക്കാരാണ്, ആ ഒരു കംഫർട്ട് സോൺ അനുഭവിച്ച് തന്നെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ തൽക്കാലം ഈ ഒരു 2 വീക്സ് ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ഓക്കെ. ഇത് കഴിഞ്ഞ് എക്സാം കഴിയുന്ന ഡേ മുതൽ നിങ്ങൾ പിന്നെ ഫ്രീ ആണ്. പിന്നെ ഒരു മാസം നമുക്ക് അടിച്ചു പൊളിക്കാൻ സമയമുണ്ട്. ട്രിപ്പ് പോകേണ്ടവർക്ക്, സിനിമ പോകേണ്ടവർക്ക്, ഇതൊക്കെ അവിടെ പോസിബിൾ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ടു അവോയ്ഡ് പ്രൊക്കാസ്റ്റിനേഷൻ, നാളെ തുടങ്ങാം, നാളെ കഴിഞ്ഞ് തുടങ്ങാം ഒന്നുമല്ല, ഇന്ന് രാത്രി തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ലെൻസ് കമ്പനി, ജസ്റ്റ് ആഫ്റ്റർ ദിസ് സെഷൻ ഐ ഗോയിങ് ടു ഡു ലെൻസ് കമ്പനി. ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് പലരുടെയും വീക്ക് ടോപ്പിക്സ് പലതായിരിക്കാം. ഓക്കെ. 13 ദിവസം നമുക്കുള്ളത് ഏകദേശം 13 ചാപ്റ്റേഴ്സ് തന്നെയാണ്, അല്ലെ? അപ്പൊ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചതുണ്ടാവും, ഒരു ദിവസം 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ ആ രീതിയിൽ ഒരു 10 ഡേയ്സ് നിങ്ങൾ പ്ലാനിൽ ഇടുക. 10 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് PM പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്നു. റിവിഷൻ കിറ്റ് ചെയ്തു. റിവിഷൻ കിറ്റിൽ തന്നെ ഞാൻ ഐ വിൽ ബി ഷെയറിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ഞാൻ ആ 40 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആ 40 ക്വസ്റ്റ്യനും സ്റ്റഡി ഹബും ഇത് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ. നിങ്ങൾക്ക് പാസ് ആവാനും ഈവൻ റാങ്ക് അടിക്കാനും ഒരു കപ്ലാന്റെയും BPPയുടെ ആവശ്യമില്ല. ദിസ് ഇസ് ഇനഫ്. ഞാൻ വീണ്ടും പറയും, ദിസ് ഇസ് ഇനഫ്. സ്റ്റഡി ഹബും അതേപോലെ നമ്മുടെ റിവിഷൻ കിറ്റിലെ 40 ക്വസ്റ്റ്യൻ. ഞാൻ ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയല്ല പറയുന്നത്, റിവിഷൻ കിറ്റ് എടുത്തു വെക്കാം. ഓക്കെ. റിവിഷൻ കിറ്റ് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 40 ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് റിവിഷൻ കിറ്റും പ്രാക്ടീസ് ചെയ്യുക. ദിസ് ഈസ് ഇനഫ്. സ്റ്റഡി ഹബ്, ദിസ് 40 ക്വസ്റ്റ്യൻ പ്ലസ് റിവിഷൻ കിറ്റ് ക്വസ്റ്റ്യൻ. ഈ റിവിഷൻ കിറ്റിൽ തന്നെയാണ് ആക്ച്വലി ഞാൻ പറയുന്ന ഈ 40 ചോദ്യം. റിവിഷൻ കിറ്റിൽ അതിലും അധികം ചോദ്യങ്ങളുണ്ട്, MCQs MTQs ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. അതെന്തായാലും ചെയ്യണം കേട്ടോ. റിവിഷൻ കിറ്റ് എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്ന കമ്മിങ് ടു സെക്ഷൻ C ക്വസ്റ്റ്യൻസ്, ടു ഗീവ് പ്രയോറിറ്റി ടു ദിസ് 40 ക്വസ്റ്റ്യൻസ്. MCQ MTQ ഒക്കെ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ്ലി ചെയ്യണം. ഓക്കെ. അതിപ്പോ നമ്മൾ ഒരു 30 മിനിറ്റ്സ് ഉള്ളൂ, എനിക്ക് ഡിന്നറിന് പോകണം എന്നാണെങ്കിൽ ഒബ്വിയസ്ലി 30 മിനിറ്റ്സ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 30 മിനിറ്റ്സ് അല്ലേ, ക്വിക്ക് ആയിട്ട് ഒരു 15 MCQs ചെയ്ത് നോക്കാം. ഒരു 10-15 MCQs മാർക്ക് ചെയ്തുകൊണ്ട് ടൈം വെച്ചിട്ട് MCQ ചെയ്യാം. ജസ്റ്റ് ആ ഒരു ടൈം അതിലേക്ക് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. നിങ്ങൾ ഈവൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ സിനിമ കാണുമ്പോൾ യു ആർ ഡൂയിങ് സംതിങ്, റൈറ്റ്? അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലേ സിനിമ കാണാൻ പോകുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഡു അവോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഫൺ. ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് കുറെ സമയം ആക്ച്വലി കളയുന്നുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറിൽ പഠിക്കണം. PM പരീക്ഷ, അന്ന് എക്സാമിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകുന്നതിനെ പറ്റി ആലോചിക്കും. അങ്ങനെയുള്ള ഐഡിൽ ടൈം ഒഴിവാക്കും, അല്ലെ? നമ്മൾ ഓൾറെഡി PM പഠിച്ച ടോപ്പിക് ഐഡിൽ ടൈം. അങ്ങനെയുള്ള ഐഡിൽ ടൈം നിങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാ മിനിറ്റിലും ഡു സംതിങ്. ഓക്കെ. 30 മിനിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഉള്ള, പിന്നെ ഇനിയിപ്പോ ഡിന്നർ അല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്ന 15 മിനിറ്റ്സ്. ഓക്കെ. 5 MCQs എങ്കിൽ 5 MCQs ദാറ്റ് വിൽ ആഡ് ടു യുവർ പ്രോഗ്രസ്. അതാണ്. ഓക്കെ. അപ്പൊ ഇതൊരു തവണയേ ഉള്ളൂ ലൈഫിൽ, ഒരു തവണയെ PM പരീക്ഷയുള്ളൂ. അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട് തന്നെ കൊടുക്കണം.
കേട്ടോ. സെക്ഷൻ സിയിൽ 40 ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതിയോ? ഇഫ് യു ഹാവ് ഫെർദർ ടൈം വീണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻ നോക്കിയോ. പക്ഷെ ടു ബി ഫ്രാങ്ക് ദാറ്റ് ഇസ് ഇനഫ് ആക്ച്വലി. ആ 40 ക്വസ്റ്റ്യൻസ് മതി. ഓക്കെ സർ, കിറ്റിലെ സെക്ഷൻ എ ആൻഡ് ബി ലെഫ്റ്റ് ഔട്ട് ക്വസ്റ്റ്യൻ സ്റ്റഡി ഹബിൽ യെസ് മതി. കിറ്റിലെ സെക്ഷൻ എ ആൻഡ് ബി കംപ്ലീറ്റ് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ സ്റ്റഡി ഹബ് മാത്രം തിയറി അതേപോലെ സ്റ്റഡി ഹബിലെ ക്വസ്റ്റൻസും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റഡി ഹബ് MCQs കപ്ലാൻ കിറ്റിൽ MCQs ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം സ്റ്റഡി ഹബിലേത് എക്സാം ഓറിയന്റഡിനേക്കാളും ഒരു ക്വിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് സെക്ഷൻ എ സെക്ഷൻ ബി MCQs കപ്ലാൻ കിറ്റിന് ശേഷം മാത്രം സ്റ്റഡി ഹബിലേക്ക് പോയാൽ മതി കേട്ടോ. ഓക്കെ, പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പഠിച്ചു, അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റഡി ഹബ്. അങ്ങനെ ആയിരിക്കണം എന്നില്ല എക്സാമിന് വരുന്ന MCQs. ഓക്കെ, എക്സാമിന് MCQs ആർ മോർ റിലേറ്റഡ് ടു കപ്ലാൻ MCQs. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ PM എക്സാംസ്. ഓക്കെ, നല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ടു മച്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഇൻ ദ ചാറ്റ് ബോക്സ്, ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. ഞാൻ ആദ്യത്തെ ദിവസം ഡിസ്കസ് ചെയ്ത എക്സാം ടെക്നിക്സ് ഉണ്ടല്ലോ, ദാറ്റ് ഹാവ് ആക്ച്വലി മച്ച് ടു ഡു വിത്ത് യുവർ PM എക്സാം. നിങ്ങൾ PMന് ഏതെങ്കിലും ടോപ്പിക് സ്കിപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ കുറച്ച് വീക്ക് ആവുന്നതോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ആ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് സ്ട്രോങ് ആക്കാനൊക്കെ ചിലപ്പം ഇനി അതിനത്ര സമയമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈവൻ വീക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എക്സാം ടെക്നിക്സ് പ്രോപ്പർലി ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും. അത് വീണ്ടും പറയാണ്, ഞാൻ സെക്ഷൻ സിയിലെ കഴിഞ്ഞ 3 ദിവസം പ്രാക്ടീസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം ടെക്നിക്സ് PMന് എക്സാം ടെക്നിക്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫെയിൽ ആവുന്ന സ്റ്റുഡൻസിന്റെ മാർക്സ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ പോലും പലപ്പോഴും 40s ഫെയിൽ ആവുന്ന കഥയുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ PM ക്ലാസ് നമ്മൾ മാരത്തൺ പ്രാക്ടീസ് തുടങ്ങി. അതിന്റെ റീസൺ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. പ്ലസ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അടിപൊളിയായിട്ട് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റട്ടെ. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ടൈം ടേബിൾ എന്നൊരു സംഗതി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. 40 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സ്റ്റഡി ഹബിലുള്ള തിയറി വായിക്കണം. കപ്ലാൻ റിവിഷൻ കിറ്റിലുള്ള സെക്ഷൻ എ സെക്ഷൻ ബി ചെയ്യണം. മിനിമം എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അതിന് ചിലർക്ക് മോർണിംഗ് ആയിരിക്കാം, ചിലർക്ക് ഈവനിങ് ആയിരിക്കും. എപ്പോഴാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിംഗ് ആ സമയത്ത് നിങ്ങൾ പഠിക്കുക. ചിലർക്ക് രാവിലെ ആയിരിക്കും, വൈകിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. പരമാവധി ചെറിയ ചെറിയ റിവാർഡ്സ് ഒക്കെ, സെൽഫ് റിവാർഡ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ഒരു 7 hours പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, വൈകിട്ട് പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചു. ആ രീതിയിൽ സെൽഫ് റിവാർഡ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത് ആ രീതിയിൽ ചെറിയ ചെറിയ റിവാർഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് തന്നെ ശീലിക്കാൻ ശ്രമിക്കുന്ന ഹാബിറ്റ്. അതല്ലാതെ വേറെ ആരും നിങ്ങളെ മോണിറ്റർ ചെയ്യാനൊന്നുമില്ല. എല്ലാവരും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഡു മേക്ക് യൂസ് യുവർ ടൈം കേട്ടോ. സർ, ഇൻസ്റ്റെഡ് ഓഫ് കപ്ലാൻ BPP ആണ് ചെയ്ത് തുടങ്ങി. നോ വറീസ്. BPP ഈസ് ആക്ച്വലി ഗുഡ് കേട്ടോ. BPPയും ഒരു കുഴപ്പമില്ല. BPP ചെയ്യുന്നവർ BPP ചെയ്താൽ മതി. പറ്റുമെങ്കിൽ കപ്ലാനും BPP ചെയ്തോ. കാരണം ഓൾമോസ്റ്റ് MCQs MTQs ഒക്കെ കുറെ സെയിം ആണ്. അതല്ലാത്ത കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ വൺസ് അഗെയിൻ വിഷിംഗ് എവരി വൺ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാംസ്. കഴിഞ്ഞ 2-3 days ആയിട്ട് കോൺസ്റ്റന്റ്ലി എന്താ പറയാ, നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്ത് 2 hours. താങ്ക് യു ഫോർ ദാറ്റ് ആസ് വെൽ. കുറെ പേര് വളരെ എൻഗേജിംഗ് ആയിട്ട് കോൺസ്റ്റന്റ്ലി ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇറ്റ് വാസ് ഗുഡ് ടു സീ ദാറ്റ് ആക്ച്വലി. സോ താങ്ക് യു ഗൈസ്. നിങ്ങളെ ഒന്നും എന്താ പറയുക, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഐ എം നോട്ട് ഗോയിങ് ടു റെക്കഗ്നൈസ്, ബട്ട് പ്ലീസ് ഡു മീറ്റ് മീ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയും, സാർ അന്ന് ഞാൻ ആ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഓക്കെ, സോ ഗൈസ് ഐ വിൽ ഇപ്പൊ തന്നെ ഞാനത് ഷെയർ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാം. 40 questions. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അടിച്ചു പൊളിച്ച് എക്സാം എഴുതും. ആൻഡ് പ്ലീസ് മെസ്സേജ് മീ വൺസ് യു പാസ് ദ എക്സാംസ്. ദാറ്റ്സ് ഇറ്റ്. Thank you. All the very best. Good night.